Rajesh sir. Good morning to all. Rajesh sir, audible അല്ലേ? Yes, yes. Okay, start ചെയ്യാമല്ലോ അല്ലേ? Yeah. Okay, thank you so much. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ശുഭകാര്യത്തിന്റെ തുടക്കം, നമുക്ക് ഒരു നിമിഷം നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടാക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഷഫീഖ്, സ്ഥലം ആലപ്പുഴയിലാണ്. ഏകദേശം ഒരു 4.5 വർഷത്തിലധികമായി നമ്മൾ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി ഡെഡിക്കേഷനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് തന്നെ ആയാലും ഇന്ന് ഈ ഒരു മഹത്തരമായ ഒരു പ്രോഗ്രാമിൽ KYP എന്ന് പറയുന്ന നോ യുവർ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു മഹത്തരമായ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ എത്തിച്ചേർന്ന ബഹുമാന്യരായ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും വളരെ ആത്മാർത്ഥമായി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ മൊബൈൽ ഫോണിലാണ് നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ മറ്റു കോളുകളൊന്നും നമ്മൾ എടുക്കാതിരിക്കുക. 2, റേഞ്ച് ഉള്ള സ്ഥലത്ത്. നമ്മുടെ ലൈഫിനെ ചേഞ്ച് ആക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വളരെ കൃത്യമായി റേഞ്ച് ഉള്ള സ്ഥലത്തിരിക്കുക, വളരെ സേഫ് ആയ സ്ഥലത്തിരിക്കുക, ഒരു ഡിസ്റ്റർബൻസും വരാത്ത രീതിയിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ വാങ്ങിയ പ്രോഡക്ട്സ് എന്താണ്, നോ യുവർ പ്രോഡക്ട്സ് എന്താണ്, നമ്മൾ വാങ്ങിയ പ്രോഡക്ട്സ് എന്താണ്, നമ്മുടെ പ്രോഡക്റ്റ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യമായി വേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രിങ്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, ഷെയർ ഇറ്റ് എന്നാണ് പറയുക. നമ്മൾ വാങ്ങിയ ഉൽപ്പന്നം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന് മുൻപ്, ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയാണ് എന്താണ് ഞാൻ വാങ്ങിയ ഐപ്പൾസ്, എന്താണ് ഞാൻ വാങ്ങിയ ഐകോഫി, എന്താണ് ഞാൻ വാങ്ങിയ ഐസ്ലിം എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഡ്രിങ്ക് ചെയ്തു. രണ്ടാമത് ഫീൽ ചെയ്യണമെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായി ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദെൻ ഷെയർ ഇറ്റ്. ഈ സാധനം ഇത്രയും നന്നായി ഉപയോഗിച്ചു, നന്നായി ഫീൽ ചെയ്താൽ നന്നായി നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. അപ്പോ ആ ഒരു ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം COVID-19 എന്ന് പറയുന്ന മഹാമാരിയിൽ എല്ലാവരും വൈറസുമായിട്ട് അതിജീവിക്കുകയാണ്. വൈറസുമായിട്ട് ജീവിച്ച പോലെ പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ കോൺഫിഡന്റോട് കൂടിയുള്ള ഷെയറിങ്ങും അത് ഓരോ വ്യക്തികൾക്കുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഷെയർ കൂടിയാണ്, ഇമ്മ്യൂണിറ്റി കൊടുക്കുക കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായി നമുക്ക് കോൺഫിഡന്റ് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന ഓരോ ആളുകളും കസ്റ്റമർ ടു ബിസിനസ് ആണ്. ഒരു കസ്റ്റമറെയാണ് നമ്മൾ ബിസിനസ്സുകാരനായിട്ട് കൺവെർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ആ ഓരോ കസ്റ്റമേഴ്സിനും കോൺഫിഡന്റ് കൊടുത്താണ് കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കോൺഫിഡന്റ് കൊടുക്കണമെങ്കിൽ ഈ ഒരു പ്രോഗ്രാം വളരെ പവർഫുള്ളായി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കണം. പവർഫുള്ളായി നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്നാണ് ഒരു പ്രോസസ്സ് അവിടെ ഉള്ളത്. എന്താണ് ഹെൽത്ത്? ആ ഹെൽത്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പുതുതായി കടന്നു വരുന്ന ആളുകൾക്ക് ഹെൽത്ത് ഗ്യാരണ്ടി ആകുകയാണ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് ഒരു വെൽത്ത് ഓപ്പണായി വരും, ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടി ഓപ്പണായി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്ന ഒരു കോൺസെപ്റ്റിലൂടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചെടുത്താൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും, ഇത് എത്തിച്ചു കൊടുക്കുന്ന വഴി ഒരുപാട് ആളുകളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും അതിലൂടെ എത്ര വലിയ മഹാമാരി വന്നാലും, എത്ര വലിയ വൈറസുകൾ വന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരാൾക്കും അത് ബാധിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ് നൽകുകയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി ഇന്ന് പ്രസന്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് ഒരു സാധാരണ വ്യക്തിത്വമല്ല. ആ വ്യക്തി ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ നല്ലൊരു ഡിജിറ്റൽ ക്യാപ്സ് എല്ലാവരും കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. എല്ലാവരും നല്ലൊരു ഡിജിറ്റൽ ക്യാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ വ്യക്തിയെ വിളിക്കൂ. ആത്മാർത്ഥമായ നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ വളരെ ആത്മാർത്ഥപുരസ്സരം ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുകയാണ്, വളരെ സന്തോഷത്തോടെ വിളിക്കുകയാണ്. ഇന്ന് ഈ കമ്പനിയിൽ തന്നെ വളരെ എക്സലന്റ് ആയ പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രസന്റ് ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. വളരെ വർഷങ്ങളായി ടീച്ചിങ് മേഖലയിൽ പെർഫോം ചെയ്തൊരു വ്യക്തിയാണ്.
ഈ ബിസിനസിന്റെ സാധ്യത, പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും ഈ ബിസിനസിന്റെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് വഴി എനിക്ക് ഇതിലൂടെ വലിയൊരു വെൽത്ത് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കടന്നു വന്ന് ഇന്ന് ജീവിതത്തിൽ വളരെ വലിയ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറം സ്വദേശി, അവർ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, അവർ ഗ്രേറ്റ് ലീഡർ രാജേഷ് കുമാർ സാറിനെ വളരെ അഭിമാന പുരസ്സരം ഈ പ്രോഗ്രാം ക്ഷണിക്കുകയാണ്. സാർ, പ്ലീസ് കം ടു ദ ഡിജിറ്റൽ സൂം പ്ലാറ്റ്ഫോം. Okay, thank you Shafiq sir, thank you very much for that nice introduction. Good morning all. വളരെ സന്തോഷം വീണ്ടും ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളെ എല്ലാം കാണാൻ പറ്റുന്നതിൽ. I can see a lot of smiling faces. എപ്പോഴും വളരെ ഹാപ്പി ആയി തന്നെ ഇരിക്കുക, വളരെ സേഫ് ആയിട്ടിരിക്കുക. ഈ ഹാപ്പിനെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല, അല്ലെ? അപ്പൊ ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് വെൽത്ത്. അത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷനും വേണ്ട. ഇനി അങ്ങനെ വെൽത്ത് ഉണ്ടാക്കിയിട്ട് അത് എൻജോയ് ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് വേണം, അല്ലെ? അപ്പൊ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഹെൽത്തും നമുക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സും നമുക്കുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാമിന്റെ പർപ്പസിനെ കുറിച്ച് വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ ഷഫീഖ് സാർ പറഞ്ഞു. സോ അതിൽ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. അതൊരു പോയിന്റിലൂടെ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കുകയാണ്. ഈ പ്രോഡക്റ്റുകൾ എന്തിനാണ്, പ്രൊഡക്റ്റുകൾ എന്താണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമായില്ല, പ്രൊഡക്റ്റിനെ അറിഞ്ഞ് അത് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുക തന്നെ വേണം. അതിനുശേഷമാണ് മറ്റുള്ള ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യേണ്ടത്. ഇന്ന് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഇതൊരിക്കലും നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവരിക. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് കാര്യം എവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടാവും. ആളുകൾക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ട് സംസാരിക്കാനും അവർക്ക് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനും അതിന്റെ ആവശ്യകത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സെയിൽസ് ക്ലോസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. റൈറ്റ്. സോ ഒരൊറ്റ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഒരിക്കലും ഒരു വലിയൊരു നോളജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ അവസാനം വരെ വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക. ഒപ്പം ആവശ്യമുള്ള പോയിന്റുകൾ, നിങ്ങൾക്ക് റെലവെന്റ് എന്ന് തോന്നുന്ന എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. റൈറ്റ്. അത് നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. റൈറ്റ്. സോ എല്ലാ ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. നോ യുവർ പ്രോഡക്ട്സ്. 5 പ്രൊഡക്റ്റുകളാണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. റൈറ്റ്. 5 പ്രൊഡക്റ്റുകളെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം എന്തിനാണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഒന്ന് ഒരു ഓപ്പൺ ആയിട്ട് സ്വയം ചോദിച്ചു നോക്കുക. ഇൻഡസ്ട്രിയിൽ വരികയോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ആരോ നിങ്ങളോട് പറയുകയോ ചെയ്തപ്പോഴാണ് ഇതിന്റെ ഒരു ആവശ്യകത ഫീൽ ചെയ്തത്, അല്ലെ? അതുവരെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും. ആ സമയത്ത് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നുള്ളത്. ഇത് തന്നെയാണ് പുറത്തുള്ള ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു മെന്റൽ സ്റ്റാറ്റസ്. അവർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവശ്യകത അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഐ ആം ഓൾ റൈറ്റ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഐ ആം ഹെൽത്തി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പ്രൊഡക്റ്റുകൾ വളരെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം അത് മറ്റുള്ള ആളുകളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ, വെൽനസും ഇമ്മ്യൂണിറ്റിയും രണ്ടും വളരെയധികം കണക്റ്റഡ് ആണ്. വെൽനസിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇമ്മ്യൂണിറ്റി. പക്ഷെ ഇന്ന് വെൽനസ് എന്നതിനപ്പുറത്തേക്ക് ഇമ്മ്യൂണിറ്റി വളരെ പ്രാധാന്യമുള്ള ഒരു സാഹചര്യമാണ് ബിക്കോസ് ഓഫ് കൊറോണ.
അല്ലേ? സോ നമ്മളിവിടെ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കൊറോണ വൈറസ് ആയിക്കോട്ടെ, മറ്റ് ഏത് തരത്തിലുള്ള വൈറസുകളും ആയിക്കോട്ടെ, വൈറസുകൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലിവിങ് തിങ് വേണം, ജീവനുള്ള ഒരു ശരീരം വേണം, എങ്കിലേ വൈറസുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്. സോ ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരാളിലോ രണ്ടാളിലോ അല്ല ഈ പറഞ്ഞ വൈറസിന്റെ ഇമ്പാക്റ്റ് ഉള്ളത്. അത് വളരെ വേഗതയിൽ ഒരാളിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് അങ്ങനെ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു കൂട്ടം ആളുകളിലേക്ക് വളരെ വേഗതയിൽ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഒന്നോ രണ്ടോ ആളുകളിലേക്ക് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ പോലെ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ബോധവാന്മാരായാൽ പോരാ, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി തന്നെയാണ് നമുക്ക് ആവശ്യം. പ്രത്യേകിച്ച് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പകർച്ചവ്യാധികളായിട്ടുള്ള ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് സൊസൈറ്റി മൊത്തത്തിലും ഇമ്മ്യൂണിറ്റി ഉണ്ടായാൽ മാത്രമേ, ഇമ്മ്യൂൺ ആയാൽ മാത്രമേ ഇത്തരം മഹാമാരികളെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, പകർച്ചവ്യാധികളായിട്ട് ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ടാവും. ഇപ്പൊ ചിക്കൻ പോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ടാവും. അത് വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചിക്കൻ ബോക്സ് വരില്ല. പക്ഷെ ആ ആന്റിബോഡീസ് ഉണ്ടായിട്ടും ബോഡി വളരെ വീക്ക് ആണെങ്കിൽ രണ്ടാമതും ചിക്കൻ ബോക്സ് വന്നേക്കാം. എന്നിരുന്നാൽ തന്നെയും ആ അസുഖം വന്നതിന് ശേഷം ആണ് ശരീരത്തിൽ അത്തരം ആന്റിബോഡീസ് ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കും. അതേസമയം വാക്സിനേഷനിലൂടെ, എക്സ്റ്റേണലി വാക്സിനേഷൻ ചെയ്തുകൊണ്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് വാക്സിനേഷനൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സപ്ലിമെന്റ്സ്. ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഈ ഒരു സപ്ലിമെന്റ്സിന്റെ കാറ്റഗറിയിലേക്ക് വരുന്ന, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആളുകൾക്ക് അതിന്റെ ആവശ്യകത അറിയാൻ പറ്റാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ വെൽനസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൗഖ്യം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓരോ ആളുകൾക്കും അത് ആ വെൽനസ് അവസ്ഥയിൽ ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് അല്ലെങ്കിൽ വെൽനസ് എന്ന് പറയുന്നത്. അതിന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള സപ്ലിമെന്റുകൾ. നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റുകളും, 5 പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ പോലും കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ പ്രൊഡക്ട്സ് ആർ ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ്. ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ 5 പ്രൊഡക്റ്റുകൾ. എന്താണ് അതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം പ്രൊഡക്റ്റുകളുടെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖല ഇനി നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് വളരാൻ പോകുന്ന ഒരു മേഖലയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5-ൽ ഒരാൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ അവരതിനെക്കുറിച്ച് അറിയുന്നില്ല. ഒന്നാലോചിച്ചത്, ഇപ്പൊ ഏകദേശം 400ഓളം ആളുകൾ ഇതിനകത്തുണ്ട്. 1 out of 5, 400-ൽ 5-ൽ ഒരാൾ എന്ന രീതിയിൽ അനുപാതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചത് എത്രമാത്രം ആളുകൾക്ക് ഹൈ BP ഉണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, ആ ഒരു തലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ബ്ലഡ് വേരിയേഷൻ ഉണ്ട്, പ്രഷർ വേരിയേഷൻ ഉണ്ട്. 60% ഹാവ് 1 or more chronic conditions that are mostly preventable. 60% ആളുകൾക്ക് പലതരത്തിലുള്ള ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻസ് ശരീരത്തിലുണ്ടാകും. പലതും നമുക്ക് നേരത്തെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഡിറ്റക്ട് ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 90% ആർ നോട്ട് അവെയർ ദേ ആർ പ്രീ ഡയബറ്റിക്. ഇന്ന് നമ്മൾ ഇത്രയധികം ആളുകളുണ്ട്, 400-ലും അധികം ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു 90% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360ഓളം ആളുകൾ പ്രീ ഡയബറ്റിക് ആണെന്ന് അർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയൊരു അവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ 90% ആളുകൾക്കും കിഡ്നി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലത്തിന്റെ ഏർലി സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. സോ ഈ പെർസെൻറ്റേജുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മനസ്സിൽ വരിക? അല്ലെങ്കിൽ നമ്മളൊരു ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത? 90% ആളുകളും കിഡ്നി റിലേറ്റഡ് പ്രോബ്ലത്തിന്റെ ഏർലി സ്റ്റേജിലാണ്. അപ്പം ഞാൻ ആ 90-ൽ വരില്ല, ഞാൻ ആ 10-ലാണ് എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് മെജോറിറ്റി ആളുകൾ. ഇതുകൊണ്ടാണ് ആളുകൾ അസുഖങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തത്, പ്രിവെൻഷനെ കുറിച്ച് ചിന്തിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. സോ പക്ഷേ എപ്പോഴും നമുക്ക് വേണ്ടത് പ്രിവെൻഷൻ തന്നെയാണ്, യാതൊരു സംശയമില്ല.
സോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ റെലവെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല. കാരണം ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, ക്യാൻസർ, ഡയബറ്റീസ്, സ്ട്രോക്ക്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും കൂടി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു 30-35 വർഷം പുറകോട്ട് ചിന്തിച്ചാൽ അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഹോസ്പിറ്റൽസും അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും അതുപോലെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും ഒക്കെ മെഡിക്കൽ മേഖലയിൽ ഇന്നുണ്ട്. പക്ഷേ രോഗികളുടെ എണ്ണം കുറയുകയാണോ കൂടുകയാണോ ചെയ്തത്? തീർച്ചയായിട്ടും രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടി, ഈ ജീവിതശൈലി രോഗങ്ങൾ. ഒപ്പം ആളുകളുടെ ഇമ്മ്യൂണിറ്റി വല്ലാതെ കുറയുന്നത് കൊണ്ടാണ് പകർച്ചവ്യാധികളും പലതരത്തിലുള്ള പനികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുന്നത്. സോ മൈ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് വരുന്നത്? ഇവിടെ നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവെ നമ്മൾ എല്ലാവരും തന്നെയും അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരോഗ്യവാനാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ ശരീരത്തിൽ 3 അവസ്ഥകൾ ഉണ്ടാവും. ഒന്നുകിൽ ഹെൽത്ത്, അതല്ലെങ്കിൽ ഡിസീസ് ഓർ ഡിസോർഡർ. ഇത് രണ്ടും നമുക്ക് ഫെമിലിയർ ആണ്. ആരോഗ്യമുള്ള ഒരവസ്ഥ, അതല്ലെങ്കിൽ അസുഖമുള്ള അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. ഇത് രണ്ടും നമുക്ക് ഫെമിലിയർ ആണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ലോങ് പീരീഡ്, വർഷങ്ങളോളം വരുന്ന ഒരു കാലയളവ്, ഇതിനിടയ്ക്കുള്ള ഒരു സമയമാണ് ഡെഫിഷ്യൻസി, അപര്യാപ്തത അല്ലെങ്കിൽ പോരായ്മ. എന്തോ ചില കാര്യങ്ങളുടെ പോരായ്മയുള്ളത് കൊണ്ട് ആണ് ഡിസീസിലേക്ക് എത്തുന്നുണ്ടാവുക. ആരോഗ്യമുള്ള ഒരു വ്യക്തി, അദ്ദേഹം പതുക്കെ ഈ ഡെഫിഷ്യൻസി സ്റ്റേജിലേക്ക് എത്തുന്നുണ്ടാവും. ഡെഫിഷ്യൻസി സ്റ്റേജിൽ കുറേ വർഷങ്ങളോളം പോകും, റൈറ്റ്? എന്തോ ചില കാര്യങ്ങളിൽ ഡെഫിഷ്യൻസി, ആ ഡെഫിഷ്യൻസി വന്ന് അവസാനം അതൊരു ഡിസീസിലേക്ക് എത്തും. ഡിസീസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണും, ഹോസ്പിറ്റലിൽ പോയി കാണും. അദ്ദേഹം പല പരിശോധനകളും നടത്തും. അതിനുശേഷം കുറച്ച് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ഫാർമ കമ്പനികൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങി നമ്മൾ കഴിക്കും, റൈറ്റ്? സോ ഇവിടെ ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമുക്കുള്ള ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് ആ ലക്ഷണങ്ങൾ എന്താണോ അതിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അസുഖങ്ങളുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അവിടെ സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്നത്, അവിടെ റെമഡി ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? മെഡിസിൻസ് ആണ്. ആ മെഡിസിൻസ് ഉപയോഗിക്കുമ്പം നമുക്കുള്ള ബുദ്ധിമുട്ട്, നമുക്ക് ഫീൽ ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണോ അത് നന്നായിട്ട് അങ്ങ് കുറയും. സ്വാഭാവികമായിട്ടും വി ഫീൽ കംഫർട്ടബിൾ, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ കരുതുന്നത് എന്താണ്? നമുക്ക് അസുഖമൊക്കെ മാറി നമ്മൾ ആരോഗ്യവാനായി എന്നാണ് നമ്മൾ കരുതുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ തിരിച്ചു ചെല്ലുന്നത് എവിടെയാണ്? ഡിസീസ് എന്ന അവസ്ഥയിൽ നിന്നും മെഡിസിൻ കഴിക്കുമ്പം ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ആ സ്റ്റേജിലേക്ക് എത്തുന്നുള്ളൂ, ഒരിക്കലും ഹെൽത്തിലേക്ക് എത്തുന്നില്ല. അത് വീണ്ടും തുടർന്ന് പോകും. കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും പല അസ്വസ്ഥതകൾ ശരീരത്തിൽ വരും. വീണ്ടും നമ്മൾ ഈ പറഞ്ഞ ഡോക്ടേഴ്സിനെ കാണും. ആ ഒരു ഫാർമാസ്യൂട്ടിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യും, മരുന്നുകളൊക്കെ വാങ്ങി കഴിക്കും. സോ ഡെഫിഷ്യൻസി ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു സൈക്കിളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് മെജോറിറ്റി ആളുകൾ. അതിൽ ഞാനും നിങ്ങളൊക്കെ പെടുന്നുണ്ടാവും, റൈറ്റ്? സോ ഇവിടെ എന്താണ് അതിനുള്ള സൊല്യൂഷൻ? പെർമനന്റ് സൊല്യൂഷൻ എന്താണ്? സിംറ്റത്തെ അല്ല നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്, റീസണെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് ഡെഫിഷ്യൻസി കൊണ്ടാണെങ്കിൽ, എന്ത് ഡെഫിഷ്യൻസി കൊണ്ടാണോ ഉണ്ടാകുന്നത്, ആ ചേഞ്ചസ് ഉണ്ടാകുന്നത്, ആ ഡെഫിഷ്യൻസി നമുക്ക് നികത്താൻ പറ്റണം. ഡെഫിഷ്യൻസി ഈസ് നത്തിങ് ബട്ട് ന്യൂട്രീഷൻ. പോഷകങ്ങളുടെ അപര്യാപ്തത, പോരായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള നിരവധി ഓർഗൻസ്, കോടിക്കണക്കിന് കോശങ്ങൾ, ഈ കോശങ്ങളെല്ലാം പ്രവർത്തിക്കാൻ ഈ പറഞ്ഞ പോഷകങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ശരീരം എൻറ്റയർ മുഴുവനായിട്ടും ഈ പോഷകങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. കുറെ പോഷകങ്ങൾ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ പല പോഷകങ്ങളും ഭക്ഷണം വഴി കിട്ടണം. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ 46 പോഷകങ്ങൾ ഭക്ഷണം വഴി കിട്ടണം. 46 പോഷകങ്ങൾ ഭക്ഷണം വഴി കിട്ടണം. അവയാണ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നറിയപ്പെടുന്നത്. ഒരു ദിവസം ഒരാളുടെ ശരീരത്തിലേക്ക് കിട്ടേണ്ട പോഷകങ്ങൾ 140 എണ്ണമാണ്. അതിൽ 94 എണ്ണം ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ബാക്കി 46 എണ്ണം ഭക്ഷണം വഴി കിട്ടണം. ഈ ഭക്ഷണം വഴി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 46 പോഷകങ്ങൾ എവിടെയാണുള്ളത്? വായുവിലുണ്ട്, ജലത്തിലുണ്ട്, മണ്ണിലുണ്ട്. വായു നമ്മൾ ശ്വസിക്കുമ്പം അതിലൂടെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളത്തിലുള്ള പോഷകങ്ങൾ കിട്ടും. ദെൻ മണ്ണിലുള്ള പോഷകങ്ങൾ കിട്ടണമെങ്കിൽ മണ്ണ് തിന്നാൽ മതിയോ? പോരാ.
മണ്ണിലുള്ള പോഷകങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സോഴ്സസ് ആണ് ഈ ചെടികളും മരങ്ങളും ഒക്കെ. അവ മണ്ണിൽ നിന്നും അത് വലിച്ചെടുക്കും, അവയുടെ ശരീരത്തിന്റെ ആ ചെടിയുടെ അല്ലെങ്കിൽ മരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അത് സ്റ്റോർ ചെയ്യും. ആ ഭാഗങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത് ഈ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. സോ കൃത്യമായിട്ട് ഈ പറഞ്ഞ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോശങ്ങൾക്കെല്ലാം നന്നായി പ്രവർത്തിക്കാൻ പറ്റും. സോ നന്നായി പ്രവർത്തിക്കുന്ന കോശങ്ങൾ ഉള്ള ഒരു ശരീരത്തിലെ ഓർഗൻസ് എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. അയാളുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവില്ല, മറിച്ച് നല്ല ആരോഗ്യമാണ് ഉണ്ടാവുക. സോ പോഷകങ്ങളുടെ അപര്യാപ്തത വന്നിട്ടാണ്, അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ഓർഡറിൽ പ്രവർത്തിക്കുന്ന അവയവങ്ങൾ ഡിസോർഡർ ആവും. അവിടെ നമുക്കുള്ള സൊല്യൂഷൻ, നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട മേഖലയ്ക്ക് പറയുന്ന പേര് ഇറ്റ്സ് നോട്ട് ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ബട്ട് ഇറ്റ് ഈസ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. പോഷകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓർഗാനിക് ഫുഡ്. നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡാണ് അവിടുത്തെ സൊല്യൂഷൻ. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമൊക്കെ പോഷക മൂല്യം വളരെ കുറവാണെന്ന് മാത്രമല്ല വളരെ പോയ്സണസ് ആണ്. നമ്മുടെ കൺട്രോളിലല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോഷകാഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റുകളുടെ ഈ റെലവൻസ് വരുന്നത്. നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഈ ഡെഫിഷ്യൻസിയുള്ള ന്യൂട്രീഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഭക്ഷണത്തിലൂടെ പറ്റില്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് അത് എക്സ്ട്രാ നമ്മൾ കൊടുക്കുക തന്നെ വേണം. അതാണ് നാച്ചുറൽ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. സോ ഇവിടെ സയൻസ് വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഒരു പോയിന്റും കൂടെ അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയാം. ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയോടൊപ്പം വളരെ വലിയ രീതിയിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രി കൂടെയുണ്ട്. അതിന്റെ കൂടെയുള്ള ഇൻഡസ്ട്രിയാണ്, അതാണ് ന്യൂട്രിജിനോമിക്സ്. ന്യൂട്രിജിനോമിക്സ് എന്ന് പറയുന്ന മേഖല ഒരുപാട് സ്ഥാപനങ്ങൾ ലോകത്തുണ്ട്. ഇന്ത്യയിലും പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം US-ലൊക്കെ ആണെങ്കിൽ ഇന്റർലൂക്കിംഗ് ടെക്നോളജീസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരുടെ സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. ജെൻസോണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. നമ്മൾ ആ സ്ഥാപനങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു സ്റ്റെറിലൈസ്ഡ് പാക്കേജ് അയച്ചു തരും. അതിലുള്ള കോട്ടൺ സ്വാബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വായ്ക്കകത്ത് സ്കിന്നിലൊന്ന് സ്ക്രാച്ച് ചെയ്യാം. സ്വാഭാവികമായിട്ടും ആ സ്കിന്നിലുള്ള കുറെ കോശങ്ങൾ ആ കോട്ടണിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് റീപാക്ക് ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുക. ആ കോശങ്ങളിലുള്ള DNA അവർ പരിശോധിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി, ഭക്ഷണ രീതികൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് നെക്സ്റ്റ് 25 to 30 yearsലേക്ക് നമുക്ക് എന്തൊക്കെ ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. ദാറ്റ് ഈസ് ന്യൂട്രിജിനോമിക്സ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതശൈലി വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ടെന്ന് മുൻകൂട്ടി അറിയാൻ സാധിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? അയ്യോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയിരിക്കുവോ, അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കുവോ? മറിച്ച് അത്തരം അവസ്ഥകൾ വരാതിരിക്കാൻ ഉള്ള പ്രിവെൻഷനെ കുറിച്ച് ചിന്തിക്കുവോ? ഡെഫിനറ്റ്ലി പ്രിവെൻഷനെ കുറിച്ച് ചിന്തിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ഒരിക്കലും ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള മെഡിസിൻസ് അല്ല, മറിച്ച് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള ഓർഗാനിക് ഫുഡ് അല്ലെങ്കിൽ നാച്ചുറൽ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് മൈ ഡിഫറൻസ്. അവിടെയാണ് വെൽനസ് എന്ന് പറയുന്നതിന്റെ റോള് വരുന്നത്, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സപ്ലിമെന്റുകളുടെ റോള് വരുന്നത്. സോ വെൽനസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിസിക്കൽ വെൽബീയിങ് മാത്രമല്ല, മെന്റലായിട്ടും സോഷ്യലായിട്ടും ഫിനാൻഷ്യലായിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആണ്. സോ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എ കംപ്ലീറ്റ് വെൽനസ് പാക്കേജ് ആണ്. ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും ഫിനാൻഷ്യലായിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോരുത്തർക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വൈബ്രന്റ് വിവ എന്ന് പറയുന്നത്. So it's a complete wellness package, right? So modern medicine പിതാവായിട്ടുള്ള ഹിപ്പോക്രേറ്റസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മുൻകൂട്ടി കണ്ടു പറഞ്ഞൊരു കാര്യമാണ് ഭക്ഷണം ഔഷധമായും ഔഷധം ഭക്ഷണമായും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ഒരു സാഹചര്യം ശരിക്കും അങ്ങനെ തന്നെയല്ലേ? എത്രയോ കുടുംബങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓരോ കുടുംബത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ഷോക്കേസിൽ വലിയൊരു ബോക്സ് കാണാം, അല്ലേ? എന്താണ് ആ ബോക്സ് എന്ന് പറയുക? മെഡിസിൻസ്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഭക്ഷണം കഴിക്കുന്നത് പോലെ മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾ.
ആ ഒരു കാലഘട്ടത്തിലാണ്, സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭക്ഷണമാണ്, മൈ ഡിയർ ഫ്രണ്ട്സ്. സോ വെൽനസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് ഈ കമ്പനി ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കൽ സ്റ്റഡീസ്. നമ്മളുടെ പ്രോഡക്റ്റുകളുടെ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് വരേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മുടെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ഈ ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകളുടെ സേഫ്റ്റി, എഫിക്കസി ഇതെല്ലാം മനുഷ്യരിൽ പോലും പരീക്ഷണങ്ങൾ നടത്തി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതിന്റെ 100% സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. എത്രമാത്രം ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ ക്ലിനിക്കൽ ട്രയൽസും കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെയും. ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട 3-4 സർട്ടിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ, ഒന്ന് ഹലാൽ സർട്ടിഫിക്കേഷൻ, ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കോഷർ, ജൂത മതവിശ്വാസ പ്രകാരം വേൾഡ് വൈഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ISO സർട്ടിഫിക്കേഷൻ, ദ ഹയസ്റ്റ് ക്വാളിറ്റി അഷ്വേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയെ കുറിച്ച് ഒരു തരത്തിലുള്ള ടെൻഷനും നമുക്ക് ആവശ്യമില്ല. സോ ഇങ്ങനെയുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. ആൻഡ് എന്താണ് ഈ പ്രൊഡക്റ്റുകളുടെ ഒരു സ്പെഷ്യാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പ്രിവെന്റീവ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. അസുഖങ്ങൾ വന്ന ശേഷം ചികിത്സിക്കാനുള്ള മരുന്നുകളല്ല നമ്മുടെ പ്രൊഡക്റ്റുകൾ, മറിച്ച് അസുഖങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ, മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഓർഗാനിക് ഫുഡുകളാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നെക്സ്റ്റ് ഈസ് ഹോളിസ്റ്റിക്. കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഫ്രം ഹെഡ് ടു ടോ. തല മുതൽ പാദം വരെ എൻറ്റയർ ബോഡിയിലേക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കാരണം ഇറ്റ്സ് എ സെല്ലുലാർ ന്യൂട്രീഷൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെയും സെല്ലുലാർ ന്യൂട്രീഷൻ ആണ്. കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ്. സോ എൻറ്റയർ ബോഡിയിലുള്ളതും കോശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിലൂടെ കിട്ടുന്നുണ്ടാവുക. ഓൾട്ടർനേറ്റീവ്, വളരെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും വളരെ സേഫ് ആയിട്ട് അതോടൊപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണെന്ന് മാത്രമല്ല, കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഓഗ്മെന്റഡ് ബെനിഫിറ്റ്സ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടും. കാരണം മേ ബി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂവിന് ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം ഒരാൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവുക. അയാൾക്ക് ആ പ്രോബ്ലം സോൾവ് ആകുക എന്ന് മാത്രമല്ല, ശരീരത്തിലുള്ള മറ്റു പല അബ്നോർമാലിറ്റീസിനെയും പോലും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഓഗ്മെന്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റീസ് ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും. അതിലെ ദ മാസ്റ്റർ പ്രോഡക്റ്റ്, വെരി ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐപൾസ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് മാത്രമല്ല, ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള 15 തരം മൾട്ടി ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡ് ആണ്, ജ്യൂസ് ഫോമിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐപൾസ്. എന്തുകൊണ്ട് ഒരു ജ്യൂസ് ഫോർമാറ്റ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ജ്യൂസ് ഫോർമാറ്റിലാണെങ്കിൽ അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് വളരെ ഹൈ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ശരീരത്തിന് അബ്സോർബ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടാവും. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു യൂസ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. 15 തരം ഫ്രൂട്ട്സിന്റെ ഒരു സിനർജിസ്റ്റിക് ആയിട്ടുള്ള കോമ്പിനേഷൻ. ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ആന്റി ഓക്സിഡൻസ്. ഈവൻ നമ്മൾ ടിവിയിലൊക്കെ കാണുന്ന പല പരസ്യങ്ങളും തന്നെ നിങ്ങൾ നോക്കുക. അത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും, അകത്തേക്ക് കഴിക്കാനുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും, മറ്റ് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പോലും ഇന്ന് ആന്റി ഓക്സിഡൻസ് എന്നുള്ള ഒരു വാക്ക് സർവ്വസാധാരണമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആന്റി ഓക്സിഡൻസിന്റെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പ്രാധാന്യം നോക്കുകയാണെങ്കിൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഹാർട്ട് ഹെൽത്ത്. ഇത് രണ്ടും വളരെയധികം റിലേറ്റഡ് ആണ്. കാരണം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. സോ ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, അതിന്റെ ഒരുപാട് മേജർ റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കരുതുക നമുക്കൊന്നും അങ്ങനെ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഒന്നും വരില്ല എന്നുള്ളതാണ്. റൈറ്റ്. ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ടൊബാക്കോ ഉപയോഗിക്കുന്ന ആളുകൾ, സ്മോക്കിംഗ് ആയിക്കോട്ടെ, ച്യൂയിങ് ആയിക്കോട്ടെ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വളരെ വേഗതയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. കൊളസ്ട്രോൾ ലെവൽ വളരെ കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ പറഞ്ഞ പ്രോബ്ലം വരും. അതുപോലെ വ്യായാമം തീരെ ചെയ്യാത്ത ആളുകൾ, അൺഹെൽത്തി ആയിട്ട് ഈറ്റിംഗ് പാറ്റേൺ, അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ള ആളുകൾ, സ്ട്രെസ് ഉള്ള ആളുകൾ, ലാക്ക് ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ ഉറക്കം തീരെ ഇല്ലാത്ത ആളുകൾ, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമം കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ദെൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല ഡോക്ടർ.
എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ശരീരത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശരീരം സിംറ്റംസ് ആയിട്ട് കാണിക്കും. പക്ഷേ ഒരാൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഹൃദയത്തിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ശരീരം അതിനുള്ള സിംറ്റമായിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവാം. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു ശ്വാസം എടുക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം അനുഭവപ്പെടുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കിടക്കുന്ന സമയത്ത് ചുമ വരും, അല്ലെങ്കിൽ ബ്രീത്ത്ലെസ്നെസ് വരും. ചില ആളുകളെ സംബന്ധിച്ചാൽ കായലിലൊക്കെ സ്വെല്ലിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക, പഫിനെസ് വരും, ഫേസിൽ ഇങ്ങനെ മുഖം വല്ലാണ്ട് ചീർത്ത് നിൽക്കുന്ന പോലെ അവസ്ഥ വരും, വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാം, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം, പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. റൈറ്റ്. സോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഈ മെഡിക്കൽ മേഖലയിൽ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഉദാഹരണം പറയാം, സ്വെല്ലിംഗ് ഇൻ ലെഗ്, കാലിൽ നീര് വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് കിഡ്നിയുടെ ഫങ്ഷൻസ് ആയിരിക്കും. റൈറ്റ്. പക്ഷേ ഹൃദയം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കാലിൽ നീര് വരും. അപ്പൊ അവിടെ ഡയഗ്നോസ് ചെയ്യുന്നത് റോങ് ആണെങ്കിൽ അവിടെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. റൈറ്റ്. സോ ഞാനിവിടെ ഈ പോയിന്റുകൾ പറയാൻ കാരണം ഇതെല്ലാം സിംറ്റംസ് ആണ് മൈ ഡിഫൻസ്. ശരീരം കാണിച്ചു തരുന്ന ചില സിംറ്റങ്ങളാണ്. ഐ ഹാവ് അബ്നോർമാലിറ്റി, എന്റെ ശരീരത്തിൽ അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ളതിനാൽ ലക്ഷണങ്ങളാണ് കാണിച്ചു തരുന്നുണ്ടാകും. അതിനെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. റൈറ്റ്. സോ അത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചികിത്സിക്കാൻ പോലും സമയം കിട്ടില്ല. സോ അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെയാണ് ആന്റി ഓക്സിഡൻസിന്റെ റെലവൻസ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് കൊടുക്കണം എന്ന് പറയാൻ കാരണം ഇവിടെയാണ്. എന്താണ് ആന്റി ഓക്സിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നോർമൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിച്ച് ഊർജമായിട്ട് മാറുന്ന പ്രോസസ് ആയിക്കോട്ടെ, ഏത് പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും. ഓക്സിജന്റെ ഒരു പ്രതിപ്രവർത്തനം, ഒരു നശീകരണ സ്വഭാവം. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ റെഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് ആന്റി ഓക്സിഡൻസ്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഫ്രീ റാഡിക്കൽസ് അഥവാ സ്വതന്ത്ര റാഡിക്കലുകൾ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളാണ്. സോ ഈ ഫ്രീ റാഡിക്കൽസ്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽസ്, ഇവയാണ് നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാക്കുക. എവിടെയാണോ അത് പ്രവർത്തിക്കുന്നത് അവിടെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടാവും. സോ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ, ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മോളിക്യൂൾസ് ആണ് ആന്റി ഓക്സിഡൻസ്. പല ആന്റി ഓക്സിഡൻസും ശരീരത്തിന് സ്വയം ഉണ്ടാക്കാൻ പറ്റും, ലിവറിൽ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട പല ആന്റി ഓക്സിഡൻസും ഡയറ്ററി ആണ്, നമുക്ക് ഭക്ഷണം വഴി കിട്ടിയേ പറ്റുള്ളൂ. ഫ്ലേവനോയിഡ്സ്, പോളിഫിനോൾസ്, അതുപോലെ വൈറ്റമിൻ സി, ഇ, വൈറ്റമിൻ എ, ബീറ്റാ കരോട്ടീൻ, ലൈക്കോപ്പീൻ, ഇങ്ങൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് നമുക്ക് ഭക്ഷണം വഴി നിർബന്ധമായിട്ടും കിട്ടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. റൈറ്റ്. സോ ഇവിടെ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് 15 ഫ്രൂട്ട്സും ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ്, മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് അസായി ബെറി. എന്താണ് അസായി ബെറിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന സൂപ്പർ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. ഹാർട്ട് സപ്പോർട്ടിന് വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഒറാക് വാല്യൂ ഉള്ള, ആന്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് അസായി ബെറി. ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് ശരിക്കും ഒരു പഠനം അല്ലെങ്കിൽ ലോകം അറിയപ്പെടാൻ തന്നെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ, അവരുടെ ആയുസ് 120, 130, 140 വയസ്സ് വരെയൊക്കെയാണ്. 80ഉം 90ഉം വയസ്സുകളിൽ അവിടെയുള്ള സ്ത്രീകൾ നോർമലായിട്ട് പ്രസവിക്കുന്നു. ഈ ഒരു പ്രത്യേകത കണ്ടപ്പോഴാണ് ശാസ്ത്രലോകം എന്താണ് അവരുടെ ജീവിത രീതി എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അവർക്ക് മനസ്സിലായി അവർ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആഹാരം എന്ന് പറയുന്നത് അസായി ബെറിയാണ്. അങ്ങനെയാണ് റിസർച്ച് അസായി ബെറിയിലേക്ക് വരുന്നത്. സോ അസായി ബെറിയെ കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനായിക്കോട്ടെ, ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാനായിക്കോട്ടെ, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് എന്ന് തുടങ്ങിയിട്ട് ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റഡീസ് അസായി ബെറിയെ കുറിച്ച് നടന്നിട്ടുണ്ട്. ഈവൻ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ, അതിനെതിരെ പോലും ഉള്ള റിസർച്ച് സ്റ്റഡീസ് പോലും അസായി ബെറിയിലൂടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ്, ഒരുപാട് റിസർച്ചുകൾ, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിൽ 60ലധികം പഠനങ്ങൾ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് നടന്നിട്ടുണ്ട്. അത്രമാത്രം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്.
ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ ഇൻസ്പിറേഷൻ ആയത് ശരിക്കും പറഞ്ഞാൽ എസ്റ്റൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള നാസയിലുള്ള ആസ്ട്രോനോട്സിന് അവിടെ സാറ്റലൈറ്റുകൾ ഒരുപാടുള്ളത് കാരണം ഹൈ റേഡിയേഷൻ ആണ്, പെട്ടെന്ന് സ്കിൻ ക്യാൻസർ വരും, ഏജിങ് സംഭവിക്കും. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന സ്പേസ് ഡ്രിങ്ക് ആണ് എസ്റ്റൺ. സോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് അസൈബറിയാണ്. സോ ആ ഒരു എസ്റ്റൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, ആസ്ട്രോനോട്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, ഇൻഡസ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. എസ്റ്റണിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് അസൈബറി. 14% അസൈബറിയാണ് നമ്മുടെ ഐപൾസിലുള്ളത്. ദെൻ ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് വളരെ പേറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് മെത്തേഡ് കമ്പനി യൂസ് ചെയ്യുന്നു. -80 ഡിഗ്രിയിലേക്ക് ഈ ഫ്രൂട്ട്സ് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് അതൊരു കല്ല് പോലെയാകും. അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പൗഡർ ഫോമിലേക്ക് മാറ്റുന്നു. ഫ്രീസ് ഡ്രൈഡ് പൗഡർ ഫോമിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഫ്രൂട്ടും അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഫ്രൂട്ടൽ ന്യൂട്രീഷൻ എത്രത്തോളം എങ്ങനെ പ്രിസർവ്ഡ് ആണോ അതേ ലെവലിൽ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നു ഈ ഒരു പ്രോസസ്സിലൂടെ. അതുകൊണ്ട് ന്യൂട്രീഷൻ വാല്യൂ ഒട്ടും കുറയാതെയാണ് ഈ ഫ്രൂട്ട്സ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം. റൈറ്റ്. ദെൻ ഒരു ഒറാക് വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഐപൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ എക്കണോമി ആൻഡ് ഈസിനെസ് ഓഫ് യൂസേജ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഡാമേജിങ് എഫക്ട് ശരീരത്തിൽ കൂടാൻ കാരണമായിട്ടുള്ള അവസ്ഥകൾ കൂടുതലാണ് ഇന്ന്. റേഡിയേഷൻ ആയിക്കോട്ടെ, പൊല്യൂഷൻ ആയിക്കോട്ടെ, ഒരു എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ പൊല്യൂട്ടഡ് ആണ്. സ്ട്രെസ് കൂടുതലാണ്. അതുപോലെ ആൽക്കഹോളിന്റെ ഉപയോഗം, സ്മോക്കിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുക്കാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റേഡിയേഷൻ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് 10 മടങ്ങ് കൂടുതലാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും നമ്മുടെ പൂർവികരുടെ ഒരു ജീവിതശൈലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ല ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഡാമേജുകളൊന്നും ശരീരത്തിൽ വരാതെ അതിന് പ്രിവെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഒരു 5000 ഒറാക് യൂണിറ്റ് എങ്കിലും ആന്റി ഓക്സിഡൻസ് ഒരു ദിവസം കിട്ടണം. അതിന് ഒരു 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോ വ്യക്തികളും ദിവസവും കഴിക്കേണ്ടി വരും. പ്രാക്ടിക്കലി പോസിബിൾ അല്ല, എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ അല്ല. ഇവിടെയാണ് ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ റിസർച്ച്. 15 ഫ്രൂട്ട്സിന്റെ ആ ബ്ലെൻഡ് ഒരു 60 ml നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചാൽ 5000 അല്ല മറിച്ച് 7000 ഒറാക് യൂണിറ്റ് ആന്റി ഓക്സിഡന്റ് ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ടാവും. നമ്മുടെ ശരീരം ആന്റി ഓക്സിഡന്റ് റിച്ച് ആക്കി മാറ്റാൻ പറ്റും, ആന്റി ഓക്സിഡന്റ് ഒരു ഹബ് ആക്കി മാറ്റാൻ പറ്റും, റിസർവ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടാവും. റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല വളരെ അഫോർഡബിൾ ആണ്, വളരെ എക്കണോമിക്കലായിട്ട് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ 15 ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബെറി ഫ്രൂട്ട്സും 10 സീസണൽ ഫ്രൂട്ട്സിന്റെയും ആയിട്ടുള്ള ഒരു സിനർജിസ്റ്റിക് ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ്. അസൈബറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, മൾബെറി, സ്ട്രോബെറി, ഈ 5 ബെറി ഫ്രൂട്ട്സ് ഉണ്ടാവും അതിനകത്ത്. ഒപ്പം പൈനാപ്പിൾ, പിയർ, വൈറ്റ് ഗ്രേപ്പ്, കിവി, ആപ്പിൾ, പൊമഗ്രനേറ്റ്, ചെറി, ബനാന, കോൺകോർഡ് ഗ്രേപ്പ് ആൻഡ് ഓറഞ്ച്. ഇത്രയും 10 സീസണൽ ഫ്രൂട്ട്സിന്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ. അതാണ് നമ്മുടെ ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ എന്താണ് ഇത് ശരീരത്തിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന വില്ലൻ, ദ റിയൽ വില്ലൻ ഈസ് ഫ്രീ റാഡിക്കൽസ്, സ്വതന്ത്ര റാഡിക്കലുകൾ. ഇവ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളാണ്. ഇവ ശരീരത്തിൽ എവിടെയാണോ പ്രതിപ്രവർത്തിക്കുന്നത് അവിടെ ലോങ് റണ്ണിൽ ഡാമേജ് ഉണ്ടാവും. തലച്ചോറിലുള്ള കോശങ്ങളിലാണ് ഫ്രീ റാഡിക്കൽസിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ആ ഭാഗങ്ങളിൽ ഉള്ള കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കും. ഒരു ലോങ് റണ്ണിൽ അവിടെ ഉള്ള ഒരുപാട് കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ തലച്ചോറിന്റെ ആ പർട്ടിക്കുലർ ഭാഗത്തിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് മാറുന്നുണ്ടാവും. ഇതുപോലെ ഹൃദയമാണെങ്കിലും കണ്ണാണെങ്കിലും ലങ്സ് ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ശരീരത്തിൽ എവിടെയാണോ ഈ ഫ്രീ റാഡിക്കൽസിന്റെ അറ്റാക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം നടക്കുന്നത് അവിടെ ജീവിതശൈലി രോഗമായിട്ട് അത് മാറുന്നുണ്ടാവും. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലുമുള്ള ജനിതക ഘടനയായിട്ടുള്ള DNA ആണ് ഫ്രീ റാഡിക്കൽസ് ഡാമേജ് ചെയ്യുന്നതെങ്കിൽ ആ കോശങ്ങൾക്ക് വളർച്ചയെ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അനിയന്ത്രിതമായിട്ട് അത് വളരാൻ തുടങ്ങും. അത് ക്യാൻസറും ട്യൂമറും ഒക്കെ ആയിട്ട് മാറുന്നുണ്ടാവും. സോ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് ശരീരത്തിൽ ഇല്ലാതെയാക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളൊന്നും വരാതെ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇവിടെയാണ് ആന്റി ഓക്സിഡൻസിന്റെ റോള്. ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ്. സോ
നമ്മുടെ ശരീരത്തിലേക്ക് ആന്റി ഓക്സിഡൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ തെരഞ്ഞു പിടിച്ച് ഈ ആന്റി ഓക്സിഡൻസ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺ സപ്ലൈ ചെയ്ത് അതിനെ ന്യൂട്രൽ ആക്കും. ഇങ്ങനെ ഫ്രീ റാഡിക്കൽസിനെ അബ്സോർബ് ചെയ്ത് അവയെ ന്യൂട്രൽ ആക്കാനുള്ള ആന്റി ഓക്സിഡൻസിന്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് ഒറാക്, ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. സോ എപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒറാക് നമ്മൾ ഭക്ഷണം വഴി കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ ശരീരത്തിന് ഈ പറഞ്ഞ പോഷകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും, നല്ല ആരോഗ്യം അതിന്റെ റിസൾട്ട് ആയിട്ട് ശരീരം തരുന്നുണ്ടാവും. ഇവിടെയാണ് ഐപൾസിന്റെ ഉപയോഗം നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഐപൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത്. ഒരു കാര്യം നിങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത്, ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരിക്കലും ഒരു അസുഖവും മാറ്റുകയില്ല. ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ പോഷകങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഐപൾസിന്റെ ധർമ്മം. ആ പോഷകങ്ങൾ ഉപയോഗിച്ച് ഈ പ്രോബ്ലം, അബ്നോർമാലിറ്റികളെ എല്ലാം ക്ലിയർ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ശരീരം തന്നെയായിരിക്കും. റൈറ്റ്. സോ കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിനെ വളരെ സ്ട്രെങ്തൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഇതുവഴി കിട്ടുന്നുണ്ടാവും. അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അഗ്രിഗേഷൻ അത് അടിഞ്ഞുകൂടുന്നതിനെ തടയുന്നുണ്ടാവും. കൊളസ്ട്രോൾ ലെവലിനെ നല്ല രീതിയിൽ ഹെൽത്തി ലെവലിലേക്ക് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടാവും. ദെൻ ആന്റി ഓക്സിഡൻസ് ബെനിഫിറ്റ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഫ്രീ റാഡിക്കൽസിനെ തുരത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓരോ കോശങ്ങളിലുമുള്ള അതിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ട് ഈ പറഞ്ഞ വൈറസുകളോ ബാക്ടീരിയകളോ ഒന്നും ഡാമേജ് ഉണ്ടാക്കുന്ന ഇത്തരം സൂക്ഷ്മാണുക്കളൊന്നും കോശങ്ങൾക്ക് അകത്തേക്ക് പോകാതെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ആന്റി ഓക്സിഡന്റ് ലെവൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടാവും. ഇമ്മ്യൂണോ മോഡുലേറ്റർ ബെനിഫിറ്റ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ അത് ഉണ്ടാക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് എംപവർ ചെയ്യുന്നുണ്ടാവും, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടാവും, നല്ല ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തെ വളരെയധികം ത്വരിതപ്പെടുത്തുന്നുണ്ടാവും. ഇൻഫ്ലമേഷനിൽ റിലീവ് ചെയ്യാനും ബാക്ടീരിയ, വൈറസ് പോലെയുള്ള സൂക്ഷ്മാണുക്കളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ശരീരത്തിന് സഹായം തരുന്നുണ്ടാവും. ആന്റി ക്യാൻസറസ് ബെനിഫിറ്റ്സുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വന്നിട്ടുള്ള അതിന്റെ റിസ്കുകളെ അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ അതിനെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും ക്യാൻസർ പേഷ്യൻസിനെ സംബന്ധിച്ചുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാനുമായിട്ട് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ. കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് 10 മടങ്ങ് കൂടിയിട്ടാണ് അത് ക്യാൻസറസ് ആയിട്ട് മാറുന്നുണ്ടാവുക ശരീരത്തിൽ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മെഡിക്കൽ മേഖലയിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ പലതും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ വീണ്ടും 10 മടങ്ങ് കൂട്ടുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ്. ആ ക്യാൻസറസ് കോശങ്ങളെ നശിപ്പിക്കുക ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടിയിട്ട്. സോ ഇവിടെ ആരോഗ്യമുള്ള കോശങ്ങൾ പോലും നശിച്ചു പോകും. അതുകൊണ്ട് ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മുടി കൊഴിയുന്നതിന്റെ ഒക്കെ കാരണം. ആന്റി ഓക്സിഡൻസ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസറസ് കോശങ്ങളുടെ നാശത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആകുമെന്ന് മാത്രമല്ല, ഒപ്പം ആരോഗ്യമുള്ള കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ആന്റി ഓക്സിഡൻസ് സഹായിക്കും. സോ അതുവഴി ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ക്വാളിറ്റി ലൈഫിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, തിരിച്ചു വരാനായിട്ട് ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നതിലൂടെ. അതുപോലെ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ടു എൻറ്റയർ ബോഡി പാർട്ടിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. മാത്രമല്ല മെമ്മറി പവർ നന്നായിട്ട് കൂടാൻ സഹായിക്കുന്നുണ്ടാവും, മെന്റൽ ക്ലാരിറ്റി കൂടുന്നുണ്ടാവും, IQ ലെവൽ ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്. സോ പഠിക്കുന്ന കുട്ടികൾക്ക് ഐപൾസ് റെഗുലർ ആയിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവരുടെ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് പെർഫോമൻസിലൊക്കെ ആ ഡിഫറൻസ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും. സോ ബ്രെയിൻ ഫുഡ്. അതുപോലെ ആന്റി ഡയബറ്റിക് ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്, എല്ലാ അവയവങ്ങളെയും ബാധിച്ച് പലതരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനിലേക്ക് പോകും ഡയബറ്റീസ് ഉള്ള ആളുകൾ. അത്തരം ആഫ്റ്റർ എഫക്ട്സ്, ഡയബറ്റീസിന്റെ ആഫ്റ്റർ എഫക്ട്സ് വരാതെ ശരീരത്തിലുള്ള ഓർഗൻസിനെ പ്രിവെന്റ് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡയബറ്റീസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത്. റൈറ്റ്. സോ ഇത്രയുമാണ് അതിന്റെ ബെനിഫിറ്റുകൾ. ന്യൂമറസ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഐപൾസ് അല്ല ഇത്തരം ബെനിഫിറ്റുകൾ തരുന്നുണ്ടാവുക, മറിച്ച് ശരീരമാണ് ഇത്തരം റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത്. അത് ശരീരത്തിന് കൃത്യമായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഐപൾസിലൂടെ ശരീരത്തിന് കിട്ടുന്നുണ്ടാവും. റൈറ്റ്. സോ ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ
ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എന്നിരുന്നാൽ തന്നെയും ഡയബറ്റീസിൽ അല്ലെങ്കിൽ ഷുഗർ ലെവലിൽ ഹൈ ഫ്ലക്ച്വേഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഫസ്റ്റ് ഐകോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒന്ന് ഷുഗർ ബാലൻസ് ചെയ്ത ശേഷം ഐപൾസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം. ദെൻ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഏജ് ലിമിറ്റ് ഉണ്ടോ? ചെറിയ കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും 100% സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. ഡ്യൂറേഷൻ ഓഫ് ഇൻടേക്ക്, എത്ര കാലം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ് എന്നുള്ള രീതിയിലാണ് ഏറ്റവും നല്ലത്. എന്നാൽ അസിഡിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള ആളുകൾ, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡൈജഷൻ ഡിസോർഡർ ഉള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഏറ്റവും നല്ലത് ഭക്ഷണം കഴിച്ചൊരു 1 hour ശേഷം ഐപൾസ് ഉപയോഗിക്കുന്നതാണ്. ഒരു ദിവസം 60 മില്ലിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. 30 മില്ലി രാവിലെയും 30 മില്ലി രാത്രിയും എന്ന രീതിയിൽ ഉപയോഗിക്കാം. നോർമലി നമുക്ക് ബിഫോർ ഫുഡ് എന്ന രീതിയിലാണ് ഉപയോഗിക്കാൻ നല്ലത്. കാരണം എംപ്റ്റി സ്റ്റൊമക്കിൽ ഐപൾസ് ഉപയോഗിച്ചാൽ അതിലുള്ള പോഷകങ്ങൾ കംപ്ലീറ്റ് ശരീരം അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ടാവും. ദെൻ അത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് സമയം, ഫ്യൂ സെക്കൻഡ്സ്, ഒരു 10 to 15 seconds നിങ്ങൾ ആ ഐപൾസ് വായ്ക്കകത്തൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇറക്കാതെ വായ്ക്കകത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാക്കിനടിയിലുള്ള ഏരിയ, സബ്ലിംഗ്വൽ ഏരിയ, ആ ഏരിയയിലൂടെ ന്യൂട്രീഷൻ ശരീരത്തിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. റൈറ്റ്. സോ കുറച്ചു നേരം ഒരു 10-15 സെക്കൻഡുകൾ ഐപൾസ് വായ്ക്കകത്ത് ഹോൾഡ് ചെയ്ത് വെച്ച ശേഷം ഇറക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ശരീരത്തിന് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. റൈറ്റ്. ദെൻ പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ പീരീഡിൽ നമ്മൾക്ക് ഐപൾസ് സജസ്റ്റ് ചെയ്യാവോ? തീർച്ചയായിട്ടും. പ്രഗ്നൻസിയിൽ സജസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ 6 മാസമാണ്. അതിനുശേഷം ഐപൾസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ വെയിറ്റ് കൂടുന്നുണ്ടാവും. ആ വെയിറ്റ് ഒരു ഹെൽത്തി ലെവലിൽ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പീരീഡിൽ ലാസ്റ്റ് വരെയും വേണമെങ്കിൽ ഐപൾസ് ഉപയോഗിക്കാം. എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഫ്രം day 1 till ഡെലിവറി അതുവരെ ആള് ഐപൾസ് റെഗുലറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലാക്ടേഷൻ പീരീഡിൽ ഉപയോഗിക്കാമോ? ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ 1 മാസത്തിന് ശേഷം തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നോ ഇഷ്യൂസ്. സോ ഇറ്റ്സ് 100% സേഫ് ടു യൂസ്. സോ അതാണ് ഐപൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് കംസ് ഐകോഫി. ഒരു റിച്ച് കോഫിയുടെ ഓതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഹെർബൽ കോഫി കഴിച്ചുകൊണ്ട് ഡയബറ്റീസിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. എന്ത് മനോഹരമായിട്ടൊരു കൺസെപ്റ്റ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു മരുന്ന് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. നോർമൽ ഒരു കോഫി, രാവിലത്തെ ഒരു കോഫി, വൈകുന്നേരത്തെ ഒരു കോഫി കഴിക്കുന്നു, വളരെ ഹെൽത്തി ആയിട്ട് ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐകോഫി. സോ ഡയബറ്റീസ്, പ്രമേഹം, ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രമേഹത്തിന്റെ വേൾഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ രാജ്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കൊച്ചു കേരളത്തിലുമാണ്. വി ആർ കോൺട്രിബ്യൂട്ടിങ് ഇൻ എ ബിഗ് നമ്പർ. പക്ഷെ ഒട്ടും സുഖകരമായ ഒരു കണക്കുകളല്ല അത് എന്നുള്ളതാണ്. സോ എന്താണ് ഡയബറ്റീസ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ. ആ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഉപയോഗം അല്ലെങ്കിൽ ഉൽപാദനം നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ ശരീരത്തിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരുന്ന സമയത്താണ് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുക. ഇതാണ് ഡയബറ്റീസ് മെലിറ്റസ്. അത് ഒരു അസുഖമല്ല, ഒരു കൂട്ടം അസുഖങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിന്റെ ഡൈജഷനും ആയിട്ട് വളരെ റിലേറ്റഡ് ആണ് ഡയബറ്റീസ്. ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതിന്റെ മെറ്റബോളിസം തകരാറിലാകുമ്പോൾ ആണ് ഈ പറഞ്ഞ ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ ഹൈപ്പർഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. റൈറ്റ്. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞ അവസ്ഥ. ഇനി ഡയബറ്റീസ് ഉള്ള ആളുകൾ, പല ആളുകളും, ഞാൻ നേരിട്ട് പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ പോലും ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ പല ആളുകളും ഈ ഒരു അവസ്ഥയെ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ആളുകളാണ്. ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ 2 ഗ്ലാസ് പായസം കുടിക്കും, എന്നിട്ട് 2 ഗുളിക അധികം തിന്നും. കാരണം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കൂടി നിൽക്കുന്ന ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കും. ആ ഒരു അറിവുള്ളത് കൊണ്ട് വളരെ കെയർലെസ് ആയിട്ടാണ് ആളുകൾ പലപ്പോഴും ഇതിനെ ഡീൽ ചെയ്യുന്നത്. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടൊരു കണ്ടീഷനാണ് ഡയബറ്റീസ് മെലിറ്റസ്. കാരണം അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജസ്, ഇറ്റ്സ് എ ലോങ് ടേം ഡാമേജ്. ശരീരത്തിലുള്ള പല ഫംഗ്ഷൻസിനെ അത് ഡിസോർഡർ ആക്കുന്നത് മാത്രമല്ല, പല വൈറ്റൽ ഓർഗൻസിനെയും പെർമനന്റ് ആയിട്ടുള്ള ഫെയിലിയറിലേക്ക് പോലും നയിക്കും. കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കും, ലിവറിന് ഡാമേജ് സംഭവിക്കും, ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്നുണ്ടാവും ഡയബറ്റീസിനെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിനെ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ.
നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. റൈറ്റ്. ബേസിക്കലി നമുക്ക് ഇതിന്റെ ടൈപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന പ്രധാനമായിട്ടും 2 ടൈപ്പാണ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. അതുകൂടാതെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഡയബറ്റീസ് കൂടെ ഉണ്ട്, പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഡയബറ്റീസ്. ദെൻ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വരുന്നതാണ്. ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഡയബറ്റീസും ജുവനൈൽ ഡയബറ്റീസ് എല്ലാം ടൈപ്പ് 1 ആണ്. എന്നാൽ ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസ് വരാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗമാണ്. കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം നടക്കാതെ വരുമ്പോഴാണ് ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഇന്നുള്ള ഡയബറ്റിക് പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞാൽ 90% ആളുകളും ടൈപ്പ് 2 ആണ്. എന്ന് പറഞ്ഞാൽ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഡയബറ്റീസ് വന്നിട്ടുള്ള ആളുകളാണ്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ ശരീരം തന്നെ റെസിസ്റ്റ് ചെയ്യുക, തടഞ്ഞു നിർത്തുക, അതിന്റെ പ്രവർത്തനം കറക്റ്റായിട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ഒന്ന് ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഡൈജസ്റ്റ് ആയി അതിലുള്ള കാർബോഹൈഡ്രേറ്റും മറ്റു വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ബ്ലഡിലൂടെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഓരോ കോശങ്ങളിലേക്കും ചെല്ലണം. അവിടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഫർണസ് ഉണ്ട്, ഒരു അടുപ്പ് പോലൊരു ഭാഗവും. അവിടെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ സഹായത്തോടു കൂടി ഈ കാർബോഹൈഡ്രേറ്റ് ഇത് കത്തും. കത്തിയ ശേഷം എനർജി ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. എനർജിയും വാട്ടറും ശരീരം ഉപയോഗിക്കും, കാർബൺ ഡയോക്സൈഡ് നമ്മൾ നിശ്വാസവായുവിലൂടെ പുറത്ത് കളയും. ഇതാണ് നോർമൽ പ്രൊസീജിയർ. റൈറ്റ്. സോ ഇത് നോർമലി നടക്കേണ്ട കാര്യമാണ്. സോ ഈ കോശങ്ങൾ നമ്മളൊരു റൂമായിട്ട് സങ്കല്പിക്കാം. ഇപ്പൊ നിങ്ങളിപ്പോ ഇരിക്കുന്ന റൂം ഒരു ഡോർ മാത്രം, ബാക്കി എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ള ഒരു ഡോർ മാത്രമുള്ള ഒരു റൂമാണെന്ന് കരുതും. സോ ഈ ഡോറ് താക്കോലും പൂട്ടും ഉപയോഗിച്ച് ലോക്ക്ഡ് ആണ്, പാഡ്ലോക്ക്ഡ് ആണ്. ഇത് തുറന്നാൽ മാത്രമേ, ഈ ലോക്ക് തുറന്നാൽ മാത്രമേ ഡോറ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. സോ ഗ്ലൂക്കോസ് വരുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസിന് അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഈ ലോക്ക് തുറക്കണം. ഈ ലോക്ക് തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ. സോ നമ്മൾ ഭക്ഷണം കഴിച്ചത് ഡൈജസ്റ്റ് ആയി ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് വരുന്ന സമയത്ത് എത്രയാണോ ഗ്ലൂക്കോസ് ലെവൽ വന്നിട്ടുള്ളത് അതിനനുസരിച്ച് പാൻക്രിയാസ് ഈ ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യും. സോ ഇൻസുലിൻ വരും, ലോക്ക് തുറക്കും, ഗ്ലൂക്കോസ് അകത്തേക്ക് കയറും, നേരത്തെ പറഞ്ഞ എനർജി പ്രൊഡക്ഷൻ നടക്കും. ഇതാണ് നോർമൽ പ്രൊസീജിയർ. സോ ചില സമയത്ത് നമ്മൾ ഈ കറക്റ്റ് റൈറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് തുറക്കുമ്പോഴും ചില സമയത്ത് സ്റ്റക്ക് ആവുന്ന കാണാം, ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഡോറ് തുറക്കാനും പറ്റില്ല, ശരിയല്ലേ? ഇതുപോലെ ഓരോ കോശങ്ങളിലും ഇൻസുലിനെ സ്വീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഇൻസുലിൻ റിസപ്റ്റേഴ്സ്. ഈ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വന്നിരിക്കുന്നത് ഇൻസുലിൻ ആണെന്ന് ഇതിന് തിരിച്ചറിയാൻ പറ്റില്ല. ആ കോശം എന്ത് ചെയ്യും? ആ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യും, തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലൂക്കോസിന് ഈ കോശങ്ങൾക്കകത്തേക്ക് പോകാൻ സാധിക്കില്ല. അത് ഇവിടെ തന്നെ അടിഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും, ബ്ലഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടും. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം മറ്റൊരു ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. റൈറ്റ്. ദെൻ നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് അബ്നോർമൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ബൈ ദ ലിവർ. നമ്മുടെ ശരീരത്തിലുള്ള ഈ എക്സസ് വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. എപ്പോഴാണോ നമുക്ക് ഈ ഗ്ലൂക്കോസ് ആവശ്യമുള്ളത് ആ സമയത്ത് ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരീരം ഉപയോഗിക്കും. സോ ഈ ഒരു പ്രോസസ്സ് അബ്നോർമൽ ആണെങ്കിൽ, ലിവറിൽ നിന്നും ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് റീകൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് അബ്നോർമൽ ആണെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്തും ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വരും, ലിവറിൽ നിന്ന് വരും. അതും ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടാൻ കാരണമാകും. ജനറ്റിക് ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഒബേസിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമിതവണ്ണമുള്ള ആളുകൾക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി വളരെ കുറവാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൂമിലൂടെയും ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അത് വളരെ വളരെ അത്യാവശ്യമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു പുവർ ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് വരും. പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു റീച്ചിങ് പോയിന്റ് ആണ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡയബറ്റീസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഡയബറ്റീസ് വരാം.
ഡയബറ്റീസിന്റെ വേൾഡ് ക്യാപിറ്റലാണ് നമ്മുടെ രാജ്യം. കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു മേഖലയിൽ ചികിത്സയ്ക്കും മറ്റും മെഡിസിൻസിനും ഒക്കെ വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബിറ്റർ ട്രൂത്ത് ആണത്. മധുരമുള്ള അസുഖമാണെങ്കിലും കൈപ്പേറിയ സത്യമാണ്. സോ ഇവിടെ രണ്ട് രീതിയിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും. ഒന്ന്, വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾക്കുണ്ട്. കാരണം കോടിക്കണക്കിന് ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാൻ, മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാനുള്ള ഒരു സൊല്യൂഷൻ, ദ ബെസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഐകോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അങ്ങനെ കൂടുതൽ ആളുകൾ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വെൽത്തി ആകാൻ സാധിക്കുന്നുണ്ടാവും. ഹെൽത്തും വെൽത്തും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഡയബറ്റീസ് ഉള്ള ആളുകൾ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ അതിന്റെ ഏർലി സ്റ്റേജിൽ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ശരീരത്തിൽ പല സിംറ്റംസ് കാണിക്കും. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ, നല്ല തടിയുള്ള ആള് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള വെയിറ്റ് ലോസ് സംഭവിക്കുക, കൈകാലുകൾ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങില്ല, അതിങ്ങനെ പഴുത്തു നിൽക്കും, എപ്പോഴും വിശപ്പ് അനുഭവപ്പെടുക, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവ് വരിക, കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങുക, സ്ത്രീകൾക്ക് വജൈനൽ ഏരിയയിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, കൈകാലുടെ വെള്ളയിൽ ഒരു ഇക്ലിപ്പെടുത്തുന്ന പോലെ ഒരു അസ്വസ്ഥ ടിങ്ക്ലിംഗ് എഫക്ട് ഉണ്ടാവുക, വെള്ളം ധാരാളം കുടിച്ചാലും വീണ്ടും വീണ്ടും ദാഹം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ശരീരം ഏതെങ്കിലുമൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് കാണിക്കും. സോ ഇത്തരം ലക്ഷണങ്ങൾ ഏതെങ്കിലും ഈ ഫ്രീക്വന്റ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദർ ഈസ് പോസിബിലിറ്റി ഫോർ ഡയബറ്റീസ്. ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കണം. ആ ഒരു സമയത്ത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് HbA1c എന്നുള്ളൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യണം. പ്രമേഹമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് HbA1c എന്ന് പറയുന്ന ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ഒരു 3 മാസത്തെ ആവറേജ് വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ റീഡിംഗ് അനുസരിച്ചാണ് നമുക്ക് നോർമൽ ആണോ, പ്രീ ഡയബറ്റിക് ആണോ, ഡയബറ്റിക് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. വളരെയധികം ശ്രദ്ധിക്കേണ്ട, ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഡയബറ്റീസ്. കാരണം അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വളരെ വലുതാണ്. ഹെഡ് ടു ടോ, തല മുതൽ പാദം വരെ എൻറ്റയർ ഓർഗണിനെയും ഇത് ബാധിക്കും. കാരണം ഷുഗർ ലെവൽ കൂടി നിൽക്കുന്ന ബ്ലഡാണ് എൻറ്റയർ ബോഡിയിലും ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് എല്ലാ ഭാഗത്തും അത് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടാവും. സോ പ്രമേഹമുള്ള ആളുകൾ മരണപ്പെടുന്നത് ഒരിക്കലും പ്രമേഹം കൊണ്ടല്ല, മറിച്ച് അതിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഈ എഫക്റ്റുകൾ, ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടാണ് ആളുകൾ മരണപ്പെടുക. മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിലും ശരി, മരുന്ന് കഴിക്കാത്ത ആളാണെങ്കിലും ശരി, ഈ പറഞ്ഞ ആഫ്റ്റർ എഫക്ട്സ് വരും. അതുകൊണ്ട് തന്നെ ഒരു വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അയാളുടെ ലൈഫ് പോകുന്നുണ്ടാവും. സോ എപ്പോഴും അതിനെ പ്രിവെന്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ആഫ്റ്റർ എഫക്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണ്. അവിടെയാണ് ഐകോഫി എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ പ്രൊഡക്റ്റിന്റെ റെലവൻസ്. ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ചരക സംഹിതയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചരക മഹർഷി എഴുതി വെച്ചിട്ടുണ്ട്, മധുമേഹ അഥവാ പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല നാച്ചുറൽ റെമഡി ഏകനായകം എന്ന് പറയുന്ന ഔഷധ സസ്യമാണ്. ആ ഏകനായകത്തിന്റെ സാൽസിറ്റൽ എന്ന് പറയുന്ന പേറ്റന്റ് ആയിട്ടുള്ള മോളിക്യൂൾ ആഡ് ചെയ്തിട്ടുള്ള ലോകത്തിലെ ഒരു ഹെർബൽ കോഫിയാണ് ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഒപ്പം ഇതിനകത്തുള്ള മറ്റ് 2 പ്രധാന ഇൻഗ്രീഡിയൻസ്, കൂർഗ് റീജിയനിൽ നിന്നുള്ള വേൾഡിലെ ബെസ്റ്റ് സുപ്പീരിയർ ക്വാളിറ്റി റോസ്റ്റഡ് കോഫി ബീൻ, അതുപോലെ മ്യൂക്കിന പ്രൂരിയൻസ് അല്ലെങ്കിൽ നായ്ക്കുരണം എന്ന് പറയുന്ന ഔഷധ സസ്യത്തിന്റെ മോളിക്യൂളും ഇതിനകത്ത് ആഡഡ് ആണ്. സോ ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് പ്രോസസ്സിലൂടെയാണ് ഈ കോഫി ബീൻ ഉപയോഗിക്കുന്നത്. ഒരു 40 ഡിഗ്രിയിലുള്ള സ്ലോ റോസ്റ്റിംഗിലാണ് ഈ കോഫി പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ കോഫിയിലുള്ള കെഫീൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. കെഫീൻ ഇല്ലാത്ത കോഫിയാണ് നമ്മുടെ കോഫി. അതേസമയം ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ്, പോളിഫിനോൾസ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡൻസ് ഒട്ടും നഷ്ടപ്പെടാതെ അത് പ്രിസർവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിങ്. സോ കെഫീൻ ഇല്ലാത്ത കോഫി ആയതുകൊണ്ട് ഏതൊരാൾക്കും ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഉപയോഗിക്കാം. ഈവൻ ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും നമ്മുടെ കോഫി ഉപയോഗിക്കാം. പലപ്പോഴും ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കോഫി ഡോക്ടേഴ്സ് കഴിക്കരുത് എന്ന് പറയും. കാരണം പല ഹോമിയോ മെഡിസിൻസിലും കഫീൻ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതിന്റെ കൂടെ അവർ നോർമൽ കഫീൻ ഉള്ള കോഫി കഴിച്ചു കഴിഞ്ഞാൽ കഫീൻ കണ്ടന്റ് ബോഡിയിൽ ടോക്സിക് ലെവലിലേക്ക് എത്തുന്നുണ്ടാവും. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ അത്തരം ഹോമിയോ മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും നമ്മുടെ കോഫി ഉപയോഗിക്കാം. കാരണം കഫീൻ ഇല്ലാത്ത കോഫിയാണ് ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ എന്തൊക്കെയാണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്? ഐകോഫി നമുക്കറിയാം 2 വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്, ഐകോഫി ക്രീമർ ആൻഡ് ഐകോഫി ബ്ലാക്ക്. രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐകോഫി ക്രീമറിലുള്ളതിനേക്കാൾ കൂടുതൽ, അതിന്റെ ഇരട്ടി ഏകനായകം കണ്ടന്റ് ഐകോഫി ബ്ലാക്കിലുണ്ട്.
ടാബ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന ക്രീമറാണ്. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഐ കോഫി ബ്ലാക്ക് സജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് ആർക്ക് വേണം, ഏത് വേരിയന്റ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, നോ ഇഷ്യൂസ്, റൈറ്റ്. എന്നാലും ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം എന്നുള്ളത് കൊണ്ടാണ് ബ്ലാക്ക് കൂടുതൽ, ഏകനായകത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ള ബ്ലാക്ക് സജസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. സോ ഏത് തരം ഡയബറ്റീസ് ആണെങ്കിലും നമുക്ക് ഐ കോഫി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതിനകത്ത് ഷുഗർ ഇല്ല. അത് മാത്രമല്ല, ഇത് എത്ര കാലം ഉപയോഗിക്കണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. മറ്റു മെഡിസിൻസ് ഉപയോഗിക്കുന്നതിന് കൂടെ ഉപയോഗിക്കാവോ? ഡെഫിനറ്റ്ലി. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, പ്രമേഹമുള്ള ആളുകൾക്ക് നിങ്ങൾ കോഫി സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അവർ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടല്ല കോഫി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവർ നിലവിൽ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ മെഡിസിൻസ് കൃത്യസമയങ്ങളിൽ ഉപയോഗിക്കുക. രാവിലെയും വൈകുന്നേരം ഓരോ കോഫി എന്ന രീതിയിൽ ഐ കോഫി സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ കോഫിയുടെ എഫക്റ്റ് വന്നു തുടങ്ങിയാൽ ആ ഒരു ചേഞ്ചസ് ഉണ്ടായി തുടങ്ങും. ആ ഇംപ്രൂവ്മെന്റിനനുസരിച്ച് അവർക്ക് മെഡിസിൻ്റെ അളവ് ചെറിയ തോതിൽ കുറച്ച് കൊണ്ടുവന്ന് ഫൈനലി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും ആ മെഡിസിൻസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് കോഫി മാത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവും. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഉപയോഗിക്കാം, റൈറ്റ്. ഇത് ഷുഗർ ലോ ആക്കുമോ, മീൻസ് ഒരു ലോ ഷുഗർ കണ്ടീഷനിലേക്ക് ആളുകൾ പോകുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്. നമ്മുടെ ശരീരത്തിലേക്ക് എനർജി റിക്വയർമെന്റ് അനുസരിച്ച് എത്രയാണോ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ വരേണ്ടത് ഓരോ സമയത്തും അതിനെ ആവശ്യത്തിന് ബ്ലഡിലേക്ക് വിടുന്ന ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്സ് ഇതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ആളുകൾ ഈ നമ്മുടെ ഐ കോഫി ഉപയോഗിക്കുകയാണെങ്കിലും, അത് ഡയബറ്റീസ് ഉള്ള ആളുകളായിക്കോട്ടെ, പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളായിക്കോട്ടെ, ഡയബറ്റീസ് ഇല്ലാത്ത ആളുകളായിക്കോട്ടെ, ഇവരൊക്കെ ഈ ഐ കോഫി ഉപയോഗിക്കുകയാണെങ്കിലും ശരീരത്തിൽ ഒരേ രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നുണ്ടാകും. എപ്പോഴും ഹെൽത്തി ലെവലിൽ ബ്ലഡ് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നോർമൽ ആളുകൾക്കും ഐ കോഫി ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൗ ടു പ്രിപ്പയർ കോഫി, എങ്ങനെയാണ് കോഫി ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ്. സോ ഈ കോഫി പൗഡർ ഒരിക്കലും തിളപ്പിക്കരുത്. കോഫി പൗഡർ, ഒരു സാഷേയിലുള്ള കോഫി പൗഡർ കപ്പിലേക്ക് എടുക്കുക. തിളച്ചിട്ടുള്ള വെള്ളം, ഹോട്ട് ആയിട്ടുള്ള വെള്ളം, ഒരു കോഫിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആ കപ്പിലേക്ക് ഒഴിക്കുക, മിക്സ് ചെയ്യുക, കുടിക്കുക. കോഫി പൗഡർ തിളപ്പിച്ചാൽ ഹെർബൽ കോഫി കിട്ടില്ല, കോഫി മാത്രമേ കിട്ടുള്ളൂ. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. സോ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ആ ഉണ്ടാക്കുന്ന രീതി മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ പ്രിപ്പയർ ചെയ്യുന്ന രീതി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഐ കോഫി. ആൻഡ് അവർ തേർഡ് പ്രോഡക്റ്റ് ഈസ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വെയിറ്റ് മാനേജ്മെന്റ് സപ്പോർട്ടിംഗ് പ്രോഡക്റ്റ് ആണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. എന്താണ് അതിന്റെ ഒരു ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഒബേസിറ്റി, അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ കുടവയർ പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവനും വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ ചികിത്സയ്ക്കും അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകൾക്കും ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ലോകം മുഴുവനും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു വെയിറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഒരു വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റിന്റെ ആവശ്യകത വളരെ 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 കൂടുതലാണ്. ഇവിടെയാണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റിന്റെ യുണീക്നെസ്. ഇതുപോലൊരു പ്രൊഡക്റ്റ് ലോകത്ത് വേറെ ഇല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. 5 പ്രധാന പോയിന്റുകൾ. ഒന്ന്, ലോ കാലറിയാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും. സിനർജസ്റ്റിക് ആയിട്ടുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. വെയിറ്റ് മാനേജ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും, അണ്ടർ വെയിറ്റ് ആണെങ്കിൽ ഒരു പരിധി വരെ കൂട്ടാൻ സാധിക്കും. നോർമൽ വെയിറ്റിലുള്ള ആൾ പക്ഷെ അയാളുടെ വയറ് കൂടുതലാണ്, ആ വയറിനെ കുറച്ചുകൊണ്ട് ആ നോർമൽ വെയിറ്റ് അതുപോലെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഫൈബർ റിച്ച് ആയതുകൊണ്ട് ഡൈജഷൻ അടക്കമുള്ള എല്ലാ മെറ്റബോളിക് ഫംഗ്ഷനും വളരെ സ്മൂത്ത് ആകുന്നുണ്ടാവും. ആൻഡ് 100% നാച്ചുറൽ ബേസ്ഡ് ആണ്, അതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് ആർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഓവർ വെയിറ്റ് ആൻഡ് ഒബേസിറ്റി, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ് ആയിരിക്കും ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ആളുകൾ. ഡയബറ്റീസ് ആവാം, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആവാം, ഇമ്മ്യൂണിറ്റി കുറയുന്ന പ്രശ്നങ്ങളാവാം, ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസ് ആവാം, ജോയിന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആവാം, ആസ്മ ആവാം, കൊളസ്ട്രോൾ റിലേറ്റഡ് പ്രോബ്ലംസ് ആവാം, കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് ആവാം, സ്ലീപ്പിങ്ങിലുള്ള പ്രശ്നങ്ങൾ, സൈക്കോളജിക്കൽ ഇമോഷണൽ പ്രോബ്ലംസ്, അതുപോലെ ഗൗട്ട് പോലെയുള്ള ആർത്രൈറ്റിക് കണ്ടീഷൻ, ലോ ബാക്ക് പെയിൻ, സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ, ലിവർ ഡിസീസ്, സ്ട്രോക്ക്, ഇങ്ങനെ തുടങ്ങി അമിതവണ്ണം, പൊണ്ണത്തടി, കുടവയറ് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അതിലുണ്ടാവും. സോ അമിതവണ്ണം തീർച്ചയായിട്ടും കുറയ്ക്കണം, ഓവർ വെയിറ്റ് തീർച്ചയായിട്ടും കുറയ്ക്കണം, കുടവയറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറയ്ക്കണം.
അത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു ഹെൽത്തി വെയിറ്റിലേക്ക് കൊണ്ടുവരണം മാത്രമല്ല കറക്റ്റ് ബോഡി ഷേപ്പിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. റൈറ്റ്. സോ ഇവിടെയാണ് നമ്മളുടെ ഐസ്ലിം ഫ്ലാറ്റമീസിലുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ, സിനർജിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. 3 പ്രധാന ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് സലേഷ്യ, ഏകനായകം, അത് ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് തരുന്നുണ്ടാവും. കോളിയസ് ഫസ്കോളിയാണ് വെയിറ്റ് ഫാറ്റ് ബേണിങ്ങിലൂടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ കറുത്ത എള്ള്, സെസേം, അത് കൊളസ്ട്രോൾ ലെവല് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും ഹാർട്ടിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇതിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ് നമ്മുടെ ഐസ്ലിം ഫ്ലാറ്റമീസിനെ ഇത്രയധികം യുണീക്ക് ആക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇതിനകത്തുള്ള ഫൈബർ സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഓട്സും റാഗിയുമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ സോഴ്സുകൾ. അതുപോലെ നാച്ചുറൽ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 1 സോയ പ്രോട്ടീൻ, 2 വേ പ്രോട്ടീൻ. സോ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതൊരു മീൽ റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ എക്സസ് എനർജി അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാതെ അതിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ബേൺ ചെയ്ത് ആവശ്യത്തിന് മാത്രം പ്രിസർവ് ചെയ്യുന്ന രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇവിടെ വെയിറ്റ് റിഡക്ഷൻ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ബേണിങ്ങിലൂടെയാണ്. നല്ല കൊഴുപ്പിനെ നിലനിർത്തുകയും എന്നാൽ ചീത്ത കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫാറ്റ് റിഡ്യൂസിങ് പ്രോസസ് നടക്കുന്നത്, വെയിറ്റ് മാനേജ്മെന്റ് പ്രോസസ് നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, സ്ട്രെസ് നന്നായിട്ട് കൂടും, വലിയ രീതിയിൽ അസ്വസ്ഥതകൾ ശരീരത്തിൽ വരും ഈ ഫാറ്റ് ബേണിംഗ് നടക്കുമ്പോൾ. അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഹെർബൽ എക്സ്ട്രാക്ട്സ് ഇതിനകത്തുണ്ട്, അശ്വഗന്ധ അതുപോലെ നായ്ക്കുരണം. സോ ഇതുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യാതെ വളരെ സ്മൂത്ത് ആയിട്ട് ഫാറ്റ് ബേണിങ്ങിലൂടെ വെയിറ്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. അത് ബ്ലഡ് പ്രഷർ ഹൈ ലോ, പ്രഗ്നൻസി പീരീഡിൽ ആദ്യത്തെ 6 മാസം ആയിക്കോട്ടെ, ലാക്ടേഷൻ പീരീഡിലാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ 1 മാസം, തൈറോയ്ഡ്, ഹാർട്ട് ഡിസീസ് ആൻഡ് സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ്, ഏത് തരത്തിലുള്ള ജീവിതശൈലി രോഗമുള്ള ആളുകൾക്കും ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിക്കാം. സോ ഡിന്നറിന് പകരമായിട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. രാത്രി ഭക്ഷണത്തിന് പകരം 7 മണിക്കും രാത്രി 7 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിക്കേണ്ടത്. ഒരു ദിവസം ഒരു ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുന്നതിന് ഒരു 1 hour ബിഫോർ ഒരു ലൈറ്റ് ഡിന്നർ വേണമെങ്കിൽ മാത്രം കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാർ ഫോർമാറ്റിലുള്ള പ്രൊഡക്റ്റ് ആണ്. റൈറ്റ്. സോ അത് സാവകാശം ചവച്ചരച്ച് ഒരു അരമണിക്കൂർ സമയം എടുത്തുകൊണ്ട് വേണം ഒരു ഐസ്ലിം ബാർ നമ്മൾ കഴിച്ചു തീർക്കാൻ. പെട്ടെന്ന് കഴിച്ചു തീർക്കരുത്. റൈറ്റ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോലി ചൂ ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന്റെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഈ ഒരു ബേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ ശരീരത്തിൽ ചൂട് കൂടും. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം ഒരു ദിവസം പലപ്പോഴായിട്ട് കുറേശ്ശായിട്ട് കുടിക്കണം, വളരെ നിർബന്ധമാണ്. ഒപ്പം ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാംസുകൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ്. ആൻഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൂടെ ഫോളോ ചെയ്യുക. ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ആവാത്ത രീതിയിലുള്ള ഒരു ലോ കാലറി ഡയറ്റ് അതുകൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവും. ഹെൽത്തി വെയിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഐസ്ലിം സ്റ്റോപ്പ് ചെയ്താൽ പോലും പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു ഐസ്ലിം ഫ്ലാറ്റമീസ് കഴിക്കുക. ഈ 2 പർപ്പസിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും 3 to 4 liters വാട്ടർ പെർ ഡേ അത് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. സോ ഈ രീതിയിൽ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞ് കറക്റ്റ് ബോഡി വെയിറ്റിലേക്കും കറക്റ്റ് ബോഡി ഷേപ്പിലേക്കും വയറൊക്കെ കുറഞ്ഞ് നല്ല കറക്റ്റ് ബോഡി ഷേപ്പിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റമീസ്. റൈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐഗ്ലോ. അൺഡിനയബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്. വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഏഷ്യയിൽ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് വേറെ പ്രൊഡക്റ്റ് ഇല്ല. നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ, നിരവധി പ്രൊഡക്റ്റുകൾ കോസ്മെസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുണ്ട്. എല്ലാ പ്രൊഡക്റ്റുകളും തന്നെയും സ്കിന്നിന്റെ പുറത്ത് പുരട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. എന്നാൽ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഏഷ്യയിൽ ഐഗ്ലോ മാത്രമേ ഉള്ളൂ. അതാണ് ഐഗ്ലോയുടെ പ്രത്യേകത. ദ റിയൽ ബ്യൂട്ടി ദാറ്റ് വിൽ കം ഫ്രം ഇൻസൈഡ്. അകത്തേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഔട്ട്സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്. എന്താണ് ഇതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര പ്രായമുള്ള ആളുകൾക്കും
യങ് ആയിട്ട് കാണാനും വളരെ ഹെൽത്തി സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണ്. ശരിയല്ലേ? ഒരു ദിവസം നമ്മൾ എത്രത്തോളം സമയം കണ്ണാടിന് മുമ്പിൽ ചെലവഴിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ റീസെന്റ് കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറുകൾ അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. കൊറോണ കാലഘട്ടമായതുകൊണ്ട് വലിയൊരു ഭീഷണി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഫെസിലിറ്റീസ് ഒക്കെ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രത്യേകത വെറും ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്നതിനപ്പുറത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബാക്ക്ഡ് ബൈ സയൻസ്. എന്താണ് ബ്യൂട്ടി ആൻഡ് വെൽനസ് മാർക്കറ്റിന്റെ ഇന്ത്യയിലുള്ള ഒരു സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 കണക്ക് പ്രകാരം 901.07 ബില്യൺ ഇന്ത്യൻ റുപ്പീസാണ് ടേൺ ഓവർ എങ്കിൽ പ്രഡിക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 2024 ആകുമ്പോഴേക്കും ഇത് 2463.49 ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കുതിച്ചുചാട്ടം ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ബ്യൂട്ടി ആൻഡ് വെൽനസ് മേഖലയിൽ മാത്രം നമ്മുടെ രാജ്യത്ത് വരുന്ന കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടക്കാൻ പോകുന്നതാണ്. സോ ഐഗ്ലോ എന്ന് പറയുന്ന ഒരു മൊണോപ്പൊളി ബ്രാൻഡിന് തീർച്ചയായിട്ടും വലിയൊരു പ്രാധാന്യം ഈ ഒരു കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. ന്യൂട്രി കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂട്രിയൻസിന്റെയും ഹെർബൽ എക്സ്ട്രാക്റ്റിന്റെയും ഒരു കോമ്പിനേഷൻ. സോ ഇത് അകത്തേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള കോശങ്ങൾക്ക് ആവശ്യമായ നമ്മുടെ സ്കിന്നിന്റെ ഡിഫറെന്റ് ലെയറിലുള്ള കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളായിരിക്കും സ്കിന്നിൽ ഉണ്ടാവുക. രണ്ട്, അതുകൊണ്ട് തന്നെ ആ സ്കിന്നിൽ നിന്നും തുടങ്ങുന്ന നഖമായിക്കോട്ടെ മുടി ആയിക്കോട്ടെ ഇതിന്റെ ഒക്കെ ഒരു നാച്ചുറൽ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വഴി സഹായിക്കുന്നുണ്ടാവും. സോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്റ്റ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നോക്കുകയാണെങ്കിൽ കാശ്മീർ വാലിയിൽ നിന്നുള്ള ഇന്ന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പൈസ് ആയിട്ടുള്ള ദ ബെസ്റ്റ് ക്വാളിറ്റി സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവാണ്, കേസർ. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ്. ആയുർവേദത്തിന്റെ ആൻഷ്യൻ ടെസ്റ്റുകളിൽ സാഫ്രോണിന്റെ ഗുണങ്ങളെക്കുറിച്ച് സ്കിൻ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ച് ഒരുപാട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ സ്കിന്നിന് കിട്ടുന്നുണ്ടാവും. ഒപ്പം ഇതിലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സോ സ്കിന്നിന്റെ ഡൾനെസ് ഇല്ലാണ്ടാക്കാനും അതുപോലെ ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് വേണ്ടിയിട്ടും സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു സ്കിന്നാക്കി മാറ്റാനും ഈ പ്ലാന്റ് കൊളാജൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിലുള്ള കോശങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഡാമേജിനെയൊക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഹൈഡ്രേഷൻ നിലനിർത്തുന്നുണ്ടാവും. ഒരു റേഡിയന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ നിലനിർത്താനും വളരെയധികം സഹായിക്കുന്നുണ്ടാവും. കോജിക് ആസിഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആസിഡ് ഇതിനകത്തുണ്ട്. പ്ലാന്റ് സോഴ്സ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. റൈറ്റ്. സോ ഇത് നമ്മുടെ സ്കിന്നിൽ സൺ ഡാമേജ് വഴി അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന പല ഡാമേജിനെ റിവേഴ്സ് ചെയ്യുന്നുണ്ടാവും. ഡാർക്ക് സ്പോട്ട് റിഡക്ഷനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ലിക്കോറൈസ് എക്സ്ട്രാക്ട് ഇരട്ടി മധുരത്തിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട്സ് അത് സ്കിൻ ലൈറ്റനിങ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസ് ഓയിൽ അമിതമായിട്ട് ചില ആളുകളുടെ മുഖത്തൊക്കെ വല്ലാതെ എണ്ണമയം ഉണ്ടാവും. എണ്ണമയം ഉണ്ടായുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും സ്മോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിന്നിൽ വന്ന് അടിയും. ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ ആ സുഷിരങ്ങൾ അത് അടയപ്പെടുമ്പം ഈ സ്കിന്നിലൂടെ ഉള്ള ടോക്സിൻസിനെ വേർപ്പിലൂടെ ശരീരത്തിന് പുറത്തേക്ക് കളയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവിടെ അത് ഒരു കുരുവായിട്ട് മാറുന്നതും അങ്ങനെ അത് മുഖത്താണെങ്കിൽ മുഖക്കുരുവായിട്ട് പിമ്പിൾസ് ആയിട്ട് രൂപാന്തരപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. റൈറ്റ്. സോ എക്സസ് ഓയിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. അതിന് ലിക്കോറൈസ് എക്സ്ട്രാക്ട് ഈ പ്രൊഡക്റ്റിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. ഒപ്പം മാരിഗോൾഡ് ഫ്ലവറിൽ നിന്ന് എടുക്കുന്ന ലുട്ടീൻ എന്ന് പറയുന്ന ഘടകം ആന്റി ഓക്സിഡന്റ്. ഈ ഒരു ലുട്ടീൻ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ നിലനിർത്തും. അതുപോലെ ഇലാസ്തികത നിലനിർത്താനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ആന്റി ഓക്സിഡന്റ് ആണ് കോ എൻസൈം ക്യൂട്ടൻ. കോ എൻസൈം ക്യൂട്ടൻ ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിലെ എനർജി പ്രൊഡക്ഷൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്.
സോ സ്കിന്നിലുള്ള കോശങ്ങളുടെ എനർജി പ്രൊഡക്ഷൻ നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലോയിങ് സ്കിന്നിൽ നിന്ന് മാത്രമല്ല ഒരു യങ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്കിൻ, ഒരു യുവത്വം തുളുമ്പുന്ന തരത്തിലുള്ള ഒരു സ്കിൻ, യങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് ഔട്ടർ ലെയറിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു എൻസൈം Q10 സഹായിക്കുന്നുണ്ട്. സോ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെലക്ട് ചെയ്യുന്നതിൽ പോലും കമ്പനി വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവേണ്ട കാര്യം. റൈറ്റ്. സോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കോമ്പിനേഷനോട് കൂടി ഉണ്ടാക്കുന്ന ഈ ഐഗ്ലോ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ട്. സ്കിൻ ലൈറ്റനിങ് ആയിക്കോട്ടെ, ആന്റി ഏജിങ്, ആന്റി റിങ്കിൾ ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, സ്കിൻ മോയ്സ്ചറൈസിങ്, ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ, ബ്ലെമിഷ് കൺട്രോൾ, മുഖക്കുരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പോയി കഴിയുന്ന സമയത്ത് അവിടെ കറുത്ത പാടുകൾ വരും, അതിനെയൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. റേഡിയന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ, സ്കിൻ ഡാമേജ് കൺട്രോൾ, സ്കിൻ റിജുവനേഷൻ, ഇങ്ങനെ തുടങ്ങി സ്കിന്നിൽ ഉണ്ടാകുന്ന പല ഡാമേജിനെയും റിവേഴ്സ് ചെയ്യാനും ഒരു നല്ലൊരു ഗ്ലോയിങ് സ്കിൻ ആയിട്ട് മാറ്റാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഒപ്പം ഒരു സ്കിൻ കെയർ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ കൂടെയുണ്ട്. നമ്മുടെ ശരീരത്തിലെ ലിവർ ടോക്സിക് ആണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് സ്കിന്നിൽ അറിയാൻ പറ്റും. ബ്ലഡ് പ്യൂരിഫൈഡ് അല്ലെങ്കിൽ 100% സ്കിന്നിൽ ഡാമേജസ് വരും. സോ ലിവർ ഡീടോക്സിഫിക്കേഷനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും സ്കിൻ ഹെൽത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. സോ അതൊരിക്കലും പുറത്തൊരു ക്രീം പുരട്ടുന്നതുകൊണ്ട് സംഭവിക്കില്ല, മറിച്ച് അകത്തേക്ക് കഴിച്ചാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇവിടെയാണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്തുമാത്രം സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ലിവറിനെ നന്നായിട്ട് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും, ബ്ലഡിനെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയറിന് നമുക്ക് ഐഗ്ലോ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഏതുതരം സ്കിൻ ടൈപ്പിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. 1-2 ഐഗ്ലോ സാഷേ പെർ ഡേ ഉപയോഗിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഭക്ഷണം കഴിച്ചൊരു 15 മിനിറ്റിന് ശേഷം ആഫ്റ്റർ ഫുഡ് ആണ് ഐഗ്ലോ ഉപയോഗിക്കേണ്ടത്, ഒരിക്കലും ബിഫോർ ഫുഡ് അല്ല. റൈറ്റ്. ആൻഡ് ലോങ്ങർ പീരീഡിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. യാതൊരു വിധ സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും സ്കിന്നിൽ, ഡാമേജസ് ഒന്നും സ്കിന്നിൽ ഉണ്ടാവില്ല. മറ്റു മെഡിസിൻസോ കോസ്മെറ്റിക്സോ ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ കൂടെ യാതൊരുവിധ കോൺട്രഡിക്ഷനും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. റൈറ്റ്. ആൻഡ് ഹിയർ കംസ് അവർ ലാസ്റ്റ് പ്രോഡക്റ്റ്. റീസെന്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കെയർ. ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം കാലത്ത് റിസർച്ച് കൊണ്ട് എക്സ്ക്ലൂസീവായിട്ട് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. എന്തുകൊണ്ട് വിമൻസ് ഹെൽത്ത്? കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്നതും ഏറ്റവും അവസാനം ഉറങ്ങുന്നതും ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാലയളവ് മുഴുവനും ആ കുടുംബത്തിലുള്ള ആളുകളുടെ സന്തോഷത്തിനും അവരുടെ കംഫർട്ടിനും വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ്. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ഒരാളോടും പരാതി പറയാതെ അങ്ങനെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ് വീട്ടിലെ സ്ത്രീകൾ. അമ്മയാവാം, ഭാര്യയാവാം, സഹോദരിയാവാം. റൈറ്റ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലുള്ളതും അല്ലെങ്കിൽ വരുന്നതും സ്ത്രീകൾക്കാണ്. അത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഡിപ്രഷനോ ആങ്സൈറ്റിയോ പോലുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആയിക്കോട്ടെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള സന്ധി റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അത്തരം ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് എടുത്തു കഴിഞ്ഞാലും പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്കാണ് വരാനുള്ള സാധ്യത കൂടുതൽ. സോ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കിഡ്നി ലിവർ പോലെയാണെന്നാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നിയും ലിവറും അവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓൾമോസ്റ്റ് ഒരു 60 to 75% ഡാമേജ് വന്നാലേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഇതുപോലെയാണ് വീട്ടിലെ സ്ത്രീകൾ. എന്തെങ്കിലും ചെറിയ ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒന്നും പറയില്ല. ഒട്ടും സഹിക്കാൻ പറ്റാതെ അതിന്റെ എക്സ്ട്രീം കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോഴാണ് വീട്ടിലുള്ള ആളുകളോട് പറയുക. റൈറ്റ്. ഒന്ന് ആലോചിച്ച് വെക്കുക മൈ ഡിയർ ഫ്രണ്ട്സ്, വീട്ടിലുള്ള നമ്മളുടെ ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ ഉമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, ആ ഒരു കഥാപാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ബുദ്ധിമുട്ട് വന്നിട്ട് കിടപ്പിലായി പോയാൽ ആ വീടിന്റെ അവസ്ഥ എന്താണ്? ഒരാൾക്ക് പോലും ആ റോള് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല.
അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അവർക്ക്, സ്ട്രെസ്, PCOD, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഒബേസിറ്റി, ഡയബറ്റീസ്, BP തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് സ്ത്രീകൾക്ക് വരും. പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും ആണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കൂടുക. ഹോർമോണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ജോയിന്റ് പെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെയധികം കൂടുതൽ സ്ത്രീകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഐ കെയർ എന്ന് പറയുന്ന ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റെലവൻസ്. ഇൻകുമിൻ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹീറോ ഇൻഗ്രീഡിയന്റ്, 4 ഹെർബൽ എക്സ്ട്രാക്ട്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ്. മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന കുർക്കുമിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയന്റ് ആണ് കുർക്കുമിൻ. അതുപോലെ തന്നെ കുന്തിരിക്കം ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ജോയിന്റ്സിലൊക്കെ ഉണ്ടാകുന്ന വേദന അതിനെയൊക്കെ വളരെയധികം റെഡ്യൂസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കുന്തിരിക്കം എടുക്കുന്നത്. വലേറിയൻ റൂട്ട്സിൽ നിന്ന് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ്, അത് സ്ലീപ്പ് ഡിസോർഡറിനെയും ആങ്സൈറ്റിയെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ശതാവരി, അസ്പരാഗസ് ഹോർമോൺ ഇംബാലൻസിനെയും മെൻസ്ട്രേഷൻ ആ സമയത്ത് ഉണ്ടാകുന്ന ഇംബാലൻസിനെയൊക്കെ അബ്നോർമാലിറ്റികളെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതാണ് ഈ 4 ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇൻക്യുമിൻ ഫ്യൂഷൻ എന്ന പറയുന്ന പേരിൽ നമ്മുടെ ഹീറോ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം 9 അഡീഷണൽ ആയുർവേദ ഇൻഗ്രീഡിയൻസ് കൂടെ, നാച്ചുറൽ സോഴ്സസ് കൂടെ ഇതിനകത്തുണ്ട്. ഒന്ന് സാഫ്രോൺ, ഓഫ് കോഴ്സ് ഫോർ സ്കിൻ ഹെൽത്ത്. ദെൻ സോർസോപ്പ് അല്ലെങ്കിൽ മുള്ളാത്ത, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അതിനകത്തുണ്ട്. ഹാർട്ട് ഹെൽത്തിനും ഒക്കെ വളരെ, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. പീച്ച് പഴം, അത് ഒന്ന് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണെന്ന് മാത്രമല്ല കൊളസ്ട്രോളിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ പ്രോഡക്റ്റ് അതിന്റെ ഫ്ലേവർ വരുന്നത് പീച്ചാണ്. അടുത്ത എള്ള്, അത് ഫൈബർ റിച്ച് ആണ്, മെഗ്നീഷ്യം, പ്രോട്ടീനും ഒക്കെ വളരെ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ആണ്. LDL കൊളസ്ട്രോളിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടാതെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ദെൻ വൈറ്റസ് നെഗുണ്ടോ, കരിനുച്ചി എന്ന് പറഞ്ഞ ആയുർവേദ ഇൻഗ്രീഡിയന്റ്, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൈസസ്, ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്, അത് അറിയപ്പെടുന്നത് തന്നെ ബോൺ സെറ്റർ എന്നാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ബോൺ ഹെൽത്ത്. സെന്റില ഏഷ്യാറ്റിക്ക അഥവാ മുത്തിൽ എന്ന് പറയുന്ന ഔഷധ സസ്യം, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ന്യൂറോ സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിനെയൊക്കെ നന്നായിട്ട് എംപവർ ചെയ്യുന്നുണ്ടാവും. മെമ്മറി പവർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. നെല്ലിക്ക, ആംല, ഒരു സംശയമില്ല ആന്റി ഓക്സിഡന്റ് പവർ ഹൗസ് എന്നാണ് നെല്ലിക്ക അറിയപ്പെടുന്നത് തന്നെ. സോ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്, അത് അതിന്റെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും ശരീരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അലോവേറ, കറ്റാർ വാഴ, ഇറ്റ്സ് ഗട്ട് ഹീലിംഗിന്റെ പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡൈജഷനെ വളരെയധികം നന്നായിട്ട് സൂത്ത് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അലോവേറയിൽ നിന്ന് എടുക്കുന്നത്. സോ പെർഫെക്റ്റ് ആയിട്ട് ഒരു കോമ്പോസിഷൻ ആണ് ഐ കെയറിലുള്ളത്. റൈറ്റ്. സോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്ട്രെസ്സിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും, ബോൺ മാസ് കൂട്ടാനും, അതുപോലെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. സോ ബെനിഫിറ്റുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഹോർമോണൽ വെൽനസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് PCOD പോലെയുള്ള പ്രശ്നങ്ങൾ അതിനെ പ്രിവെന്റ് ചെയ്യാനും, ആ സമയത്തുണ്ടാകുന്ന പെയിൻ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് വളരെയധികം റെഡ്യൂസ് ചെയ്യാനും സഹായിക്കണം. അതുപോലെ പോസ്റ്റ് മെനോപോസൽ ഡിസോർഡർ, മെനോപോസ് ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, അതിനുശേഷം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസോർഡറുകളെയും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ദെൻ മെൻസ്ട്രേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന പെയിൻ അത് റിലീവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓസ്റ്റിയോ വെൽനസിലേക്ക് പോരുകയാണെന്നുണ്ടെങ്കിൽ, എല്ല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോപോറോസിസ്. പ്രത്യേകിച്ച് ആഫ്റ്റർ മെനോപോസ് ആയി കഴിഞ്ഞാൽ, അർത്ഥവിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഓസ്റ്റിയോപോറോസിസ്, എല്ല് പൊള്ളയായി പോകുന്ന അവസ്ഥ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മെനോപോസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർത്ഥവിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ ഈസ്ട്രജൻ ലെവല് ശരീരത്തിൽ വല്ലാതെ കുറയും, സ്ത്രീ ഹോർമോണിന്റെ അളവ് വല്ലാതെ കുറയും. സ്വാഭാവികമായിട്ടും ഈ ഈസ്ട്രജൻ ലെവൽ കുറയുന്ന സമയത്ത് എല്ലുകളിൽ നിന്നും കാൽഷ്യം വല്ലാതെ റിലീസ് ആവും. സോ കാൽഷ്യം വല്ലാതെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത് ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള എല്ല് പൊള്ളയായി പോകുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യും. സോ അത്തരം അവസ്ഥകളൊന്നും വരാതെ പ്രിവെന്റ് ചെയ്യാൻ ഐ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ടാവും. ദെൻ ബോൺ മിനറൽ ഡെൻസിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പെയിനുകൾ, വേദനകളെയൊക്കെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കോസ്മെറ്റിക് വെൽനസ്,
ഓവറോൾ പറയുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്, സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഐ കെയറിലുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു സ്കിൻ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഐ കെയർ സഹായിക്കുന്നുണ്ടാവും. സൈക്കോളജിക്കൽ വെൽനസ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവർക്ക് മൂഡ് സ്വിങ് വരും, സ്ട്രെസ് പെട്ടെന്ന് കൂടും, ആങ്സൈറ്റി ഒക്കെ വളരെ പെട്ടെന്ന് സ്ത്രീകൾക്കാണ് കൂടുതൽ വരിക, ഡിപ്രഷൻ അതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ടാവും. അതിനെയൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ, ആ മൂഡ് സ്വിങ് ഒന്നും വരാതെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. റൈറ്റ്. ദെൻ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ അലർജി കണ്ടീഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ഈ തരത്തിലുള്ള പല അസുഖങ്ങൾ വരിക, അത്തരം പ്രശ്നങ്ങളൊന്നും വരാതെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അനീമിക് ആണ്, അവരുടെ ശരീരത്തിൽ ബ്ലഡ് അയൺ കണ്ടന്റും ഒക്കെ വളരെ കുറവാണ്. സോ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ലിവർ നന്നായിട്ട് ഡീടോക്സിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. ഡൈജഷനെ അടക്കമുള്ള മെറ്റബോളിക് ഫംഗ്ഷൻസിനെ നന്നായിട്ട് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. നന്നായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് അതിൽ വരുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള കണ്ടീഷൻ, അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ റെഡ്യൂസ് ചെയ്ത് നല്ലൊരു ഗട്ട് ഫീലിംഗ്, ഡൈജസ്റ്റീവ് പാർട്ടിലുണ്ടാകുന്ന നല്ലൊരു ഗുഡ് ഫീലിംഗ് തരാനായിട്ട് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സ്ത്രീകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാവോ? യെസ്, ഓഫ് കോഴ്സ്. ഏജ് ലിമിറ്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ആ ഒരു പ്രായം മുതൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. ദെൻ എത്ര കാലം ഉപയോഗിക്കണം? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. എപ്പോഴാണത് ഉപയോഗിക്കേണ്ടത്? ഐപൾസിന്റെ ഉപയോഗക്രമം പറഞ്ഞതുപോലെ തന്നെ പ്രിഫറബിളി ബിഫോർ ഫുഡ്, ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ ആണ് നമ്മൾ കൂടുതലായിട്ട് ഐ കെയർ ഉപയോഗിക്കേണ്ടത്. വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, 30 മില്ലി ഐ കെയർ എടുക്കുന്ന സമയത്ത് 30 മില്ലി വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. 2, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കെയറിന്റെ ക്വാളിറ്റി കുറയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. പ്രഗ്നൻസി അതുപോലെ ലാക്ടേഷൻ പീരീഡിൽ ഉപയോഗിക്കാമോ? അത് നിങ്ങളുടെ ഫിസിഷ്യനുമായിട്ട് ചോദിച്ച ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. സോ 30 മില്ലി രാവിലെ, 30 മില്ലി രാത്രി, ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പ് എന്ന രീതിയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഐ കെയർ ഉപയോഗിക്കാൻ സാധിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ, അസുഖങ്ങൾ വരാതെ ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള മൊണോപ്പൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും. നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ പ്രൊഡക്റ്റുകൾ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഇത് നമ്മളും നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളും ഉപയോഗിക്കുക. അതുവഴി ഈ ഒരു ആരോഗ്യം, ഇതിന്റെ മെസ്സേജും ഈ പ്രൊഡക്റ്റുകളും മാക്സിമം ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. സോ ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെ നമ്മൾ എൻഡോഴ്സ് ചെയ്യണം, മറ്റുള്ള ആളുകളിലേക്ക് എങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പ്രൊഡക്റ്റിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറുക. വി ഹാവ് ടു ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. അങ്ങനെ നമ്മൾ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ഈ രാജ്യത്തിലുള്ള മാക്സിമം ആളുകളിലേക്കും ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തുകൊണ്ട് വളരെ ആരോഗ്യമുള്ള ജനതയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ മാക്സിമം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഈ മാക്സിമം ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഹെൽത്തും വെൽത്തും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുടുംബത്തോടൊപ്പം ഹാപ്പി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും. സോ എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. ഓക്കെ, താങ്ക് യു സോ മച്ച് രാജേഷ് സാർ. വളരെ മനോഹരമായ എക്സലന്റ് ആയ ഒരു പ്രസന്റേഷൻ നമുക്ക് നൽകിയ രാജേഷ് സാർ നല്ലൊരു ഡിജിറ്റൽ ക്ലാസ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു എക്സലന്റ് ആയ ഒരു കൈയ്യടി കൊടുക്കണം അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് വെൽനസ് എന്നും എന്താണ് നമ്മുടെ പ്രോഡക്ട്സ് എന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഐപൾസ് ആണെങ്കിലും ഐ കോഫി ആണെങ്കിലും ഐസ്ലിം ആണെങ്കിലും ഐഗ്ലോ ആണെങ്കിലും എല്ലാ പ്രോഡക്ട്സിലും എക്സലന്റ് ആണ്, ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, സയന്റിഫിക്കലി വാലിഡേറ്റഡ് ആണ്, സിനർജറ്റിക്കൽ ഫോർമുലയാണ്, കൂടാതെ സർട്ടിഫൈഡ് ആണ്. ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ പരിഹരിക്കാനും അതിലുപരി നമ്മുടെ നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന്
വളരെ മനോഹരമായി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് സെഷൻ കൈകാര്യം ചെയ്ത രാജേഷ് സാറിന് എന്റെ പേരിലും കമ്പനിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ആത്മാർത്ഥമായ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ ഹോസ്റ്റ് കൈകാര്യം ചെയ്ത ക്രിസ്റ്റീന മാഡം വളരെ ആത്മാർത്ഥമായി നല്ലൊരു കൈയടി മാഡത്തിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് എല്ലാ ആളുകളും ഇത് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെ, എല്ലാ ആളുകളും കൃത്യമായി നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നോട്ട് ചെയ്തെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ബൈഹാർട്ടാക്കുകയും നിങ്ങൾ ഇതൊരു പ്രസന്റേഷൻ രാജേഷ് സാർ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നു. ഇത് നമ്മൾ ഓരോരുത്തരും പറയുകയാണെങ്കിൽ എത്രയോ ആളുകളിലേക്ക് ഈ നോളജ് എത്തിച്ചേരും. എത്ര ആളുകളെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിപ്പിക്കാൻ സാധിക്കും. അതിലുപരി നല്ലൊരു ഹെൽത്തി ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതിന് കഴിയുമെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അപ്പൊ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും എല്ലാവർക്കും നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.